ഹലോ 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 യെസ് സർ, കേൾക്കാം. എന്തൊന്ന് റെസ്പോണ്ട് ചെയ്യണ്ട മക്കളെ, ഇത്രയും കൊള്ളിച്ചിട്ട്. ഓക്കെ, എവിടെ എത്തി പറഞ്ഞേ, എവിടം വരെ പഠിച്ചു? നൽകി കഴിഞ്ഞു, ബ്രയഫൈറ്റ് കഴിഞ്ഞു, പറഞ്ഞിടൂ. ആൻജിയോസ്പേം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആൻജിയോസ്പേം സ്റ്റാർട്ട് ചെയ്തു. ആൻജിയോസ്പേം നമ്മൾ തീർക്കാൻ പോവുകയാണ്. ആൻജിയോസ്പേമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിരുന്നു. ആൻജിയോസ്പേം നമ്മൾ വേറൊരു ചാപ്റ്ററിലും കൂടെ പഠിക്കുന്നതാണ്. എന്നാലും ആൻജിയോസ്പേം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം, ലൈഫ് സൈക്കിൾ ഒന്ന് പറഞ്ഞേക്കാം. ആൻജിയോസ്പേംസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ, തുടങ്ങുവാണേ, പോയിന്റ്സ് വേണ്ട എടുത്തോണം. ആൻജിയോസ്പേമിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പേംസ് ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആൻജിയോസ്പേംസ് flowering plants. Okay, moreover they produce seeds in ഫ്രൂട്ട്സ്. ഓക്കെ, അവർക്ക് സീഡ്സും ഉണ്ട്. സീഡ്സ് കാണുന്നത് ഫ്രൂട്ട്സിനകത്തുമാണ്. ജിംനോസ്പേമും ആൻജിയോസ്പേമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. ജിംനോസ്പേംസ് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആണ്, ആൻജിയോസ്പേംസ് സീഡ് കവേർഡ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, then angiosperms are flowering plants which produce seeds within fruit. ഏതാണ് ടോളസ്റ്റ് ആൻജിയോസ്പേം? ഏറ്റവും പൊക്കം കൂടിയ ആൻജിയോസ്പേം ഏതാ? റെസ്പോണ്ട് ചെയ്യാവോ? യൂക്കലിപ്റ്റസ്. യൂക്കാലിപ്റ്റസ്. ഓക്കെ, ടോളസ്റ്റ് ട്രീ ഏതാണ്, അല്ലെങ്കിൽ ടോളസ്റ്റ് പ്ലാന്റ് ഏതാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. ടോളസ്റ്റ് പ്ലാന്റ് ഏതാണ്? സെക്വോയ. സെക്വോയ. ദാറ്റ് ബിലോങ്സ് ടു ഏത് ഗ്രൂപ്പിൽ വരുന്ന സെക്വോയ വരുമ്പോഴത്തേക്കും? ബിലോങ്സ് ടു ജിംനോസ്പേമിന്റെ മെമ്പർ ആണ്, ശരിയല്ലേ? ആൻജിയോസ്പേം അല്ല, ജിംനോസ്പേം. ഓക്കെ, then which is the smallest angiosperm? Smallest angiosperm Wolffia. ഓക്കെ, ഇത് രണ്ടും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യമാണ് പറഞ്ഞെന്ന് തോന്നുന്നത്, ലാർജസ്റ്റ് ആൻജിയോസ്പേം ഏതോ പറയാവോ? ലാർജസ്റ്റ് ആൻജിയോസ്പേം ഫൈക്കസ് അല്ലെങ്കിൽ ബെനിയൻ. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാണ്ട് ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടി ചോദിക്കാം. ഓക്കെ, അതിലൊരെണ്ണമാണ് ലാർജസ്റ്റ് ഫ്ലവർ പ്രൊഡ്യൂസിങ് ആൻജിയോസ്പേം. ലാർജസ്റ്റ് ഫ്ലവർ പ്രൊഡ്യൂസിങ് ആൻജിയോസ്പേം അറിയാവോ? 1 മീറ്റർ ഒക്കെയാണ് ആ ഫ്ലവറിന്റെ സൈസ്, ഡയമീറ്റർ എന്ന് പറയുന്നത്. അതില് 1 ലിറ്റർ വരെയൊക്കെ. വെരി ഗുഡ്, റഫ്ലീഷിയാണ് ലാർജസ്റ്റ് ഫ്ലവർ പ്രൊഡ്യൂസിങ് ആൻജിയോസ്പേം. which is the smallest flower producing angiosperm? Smallest flower producing angiosperm, that is also the same, that is Wolffia. Okay, ഒന്നുകൂടെ പറയാം. ലാർജസ്റ്റ് ലീഫ് പ്രൊഡ്യൂസിങ് ആൻജിയോസ്പേം. ലാർജസ്റ്റ് ലീഫ്, ലാർജസ്റ്റ് ലീഫ് പ്രൊഡ്യൂസിങ് ആൻജിയോസ്പേം പറയാവോ ഏതാന്ന്? അറിയത്തില്ലായിരിക്കും. ആ പ്ലാന്റിന്റെ പേരാണ് വിക്ടോറിയ റീജിയ എന്നാണ് പഴയ പേര്. VICTORIA, വിക്ടോറിയ റീജിയ എന്നാണ് പേര്. മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, പഴയ പേരാണ് വിക്ടോറിയ ആമസോണിക്ക. വിക്ടോറിയ ആമസോണിക്ക. ആമസോൺ റിവേഴ്സിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റ് ആണിത്. പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ലീഫുള്ള പ്ലാന്റ് ആണ്. ഒരു ചെറിയ കുട്ടിയൊക്കെ ആ ലീഫിലേക്ക് കിടത്തിയാലൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല, അതിന് ഫ്ലോട്ട് ചെയ്ത് തന്നെ നിൽക്കും. ഞാൻ അതിന്റെ ഒരു പടം ഇട്ടേക്കാം, കാണിക്കാൻ ഇല്ല. വിക്ടോറിയ ഞാൻ ഷെയർ ചെയ്തേക്കാവേ, സമയം പോലെ ഒന്ന് കാണണം. ഏറ്റവും
വലിയ ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. കാണാൻ പറ്റുന്നെങ്കിൽ കാണുക. ഗ്രൂപ്പിലേക്ക് സാർ ഇട്ടോളൂ. ഓക്കെ, സമയം പോലെ ഒന്ന് കണ്ടോണേ. അതെ, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ചോദിക്കാവുന്നത് സ്മോളസ്റ്റ് ലീഫ് പ്രൊഡ്യൂസിങ് ആൻജിയോസ്പേം എനിക്കറിയില്ല. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ടോളസ്റ്റ്, സ്മോളസ്റ്റ്, ലാർജസ്റ്റ് ഇതെല്ലാം നമുക്ക് പല ബുക്കിൽ പല ഏരിയസിലായിട്ട് കിട്ടുന്ന. അപ്പൊ അത്രയും പഠിച്ചിരുന്നേക്കാം. ഇനി ആൻജിയോസ്പേംസിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോഴത്തേക്കും ആൻജിയോസ്പേംസും നമ്മൾ തൊട്ട് ബാക്കിൽ പറഞ്ഞ പ്ലാന്റുകളെ പോലെ തന്നെ സ്പോറോഫൈറ്റുകളാണ്. Prominent phase in the life cycle is sporophyte, that is diploid. Then plant body is differentiated into root, stem, leaf, flower, fruit, etc. ഇങ്ങനെയൊക്കെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. Then root system. ജിംനോസ്പേമിന്റെ റൂട്ട് സിസ്റ്റം ഏതായിരുന്നു? ജിംനോസ്പേമിന്റെ റൂട്ട് സിസ്റ്റം, ജിംനോസ്പേം കേസിൽ വരുമ്പോഴത്തേക്ക് റൂട്ട് സിസ്റ്റം ഏതായിരുന്നു? ടാപ്പ് റൂട്ട് സിസ്റ്റം മാത്രമേ ഉള്ളൂ അവിടെ, ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ളൂ. പക്ഷെ ഇവിടെ റൂട്ട് സിസ്റ്റം രണ്ട് തരത്തിൽ വരാം. ഒന്നെങ്കിൽ ചില പ്ലാന്റുകളിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്, ചിലതിൽ ഫൈബറസ് റൂട്ടാണ്. ചില കേസിൽ അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം ആയിട്ടാണ് വരുന്നത്, സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ടാപ്പ് റൂട്ട് ആകാം, അല്ലെങ്കിൽ ഫൈബറസ് റൂട്ട് സിസ്റ്റം ആകാം. രണ്ട് ടൈപ്പ്. മോർഫോളജി ഒക്കെ പഠിച്ചു തുടങ്ങിയെങ്കിൽ മോർഫോളജി എടുത്ത് തുടങ്ങിയിരിക്കും, അതിൻ്റെ അകത്തുണ്ട് ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബറസ് റൂട്ട് സിസ്റ്റം. അപ്പോൾ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റം ആകാം, അല്ലെങ്കിൽ ഫൈബറസ് റൂട്ട് സിസ്റ്റം ആകാം. ഓക്കെ. പിന്നെ ഇവരുടെ ആൻജിയോസ്പേംസിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, ദെൻ asexual reproduction ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. 3 ഓപ്ഷൻ ഉണ്ട്. വേജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, asexual reproduction ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. വേജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അത്ര കോമൺ ആയിട്ടല്ല കാണുന്നത്. asexual ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. വേജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, asexual റീപ്രൊഡക്ഷൻ അത്ര കോമൺ അല്ല. asexual അത്ര കോമൺ അല്ല. കൂടുതലായിട്ട് നടക്കുന്നത് വേജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനുമാണ്. ഓക്കെ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്കും ഒരു റോസിന്റെ കമ്പ് കണ്ടിച്ചു വെക്കുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗാർഡൻ പ്ലാന്റ്സിന്റെ ഒക്കെ കമ്പ് കണ്ടിച്ചു വെക്കുമ്പോൾ പുതിയ പ്ലാന്റുകളൊക്കെ ഉണ്ടാകുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. ദെൻ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതും ഏറ്റവും അഡ്വാൻസ് ടൈപ്പും ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ. ഇനി ഈ ഓർഗാൻസത്തിൽ അല്ലെങ്കിൽ ആൻജിയോസ്പേംസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഏതാണ് ആൻജിയോസ്പേമിന്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ? ആൻജിയോസ്പേമിന്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഏതാണ്? ഫ്ലവർ ആണ്. ഫ്ലവർ ഈസ് ദ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ആൻജിയോസ്പേം. ഓക്കെ. അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്മോളസ്റ്റ് ഫ്ലവർ പ്രൊഡ്യൂസിങ് ആൻജിയോസ്പേം, ലാർജസ്റ്റ് ഫ്ലവർ പ്രൊഡ്യൂസിങ് ആൻജിയോസ്പേം. ഓക്കെ. ദെൻ ഫ്ലവർ ആണ് ആൻജിയോസ്പേമിന്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞു. ഒരു ടിപ്പിക്കൽ ഫ്ലവറിന് 4 വേളുകളാണുള്ളത്, 4 വേൾസ്. WHORLS, വേൾസ് മീൻസ് റിംഗ്സ്. ടിപ്പിക്കൽ ഫ്ലവറിന് 4 വേളുകൾ അല്ലെങ്കിൽ 4 റിങ്ങുകളാണുള്ളത്. ഓക്കെ. ആ 4 റിങ്ങുകൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്, നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളതാണ്. 1 കാലിക്സ്, 2 കൊറോള, 3 ആൻഡ്രീഷ്യം, ലാസ്റ്റ് 1 ഗൈനീഷ്യം. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം 4 പാർട്ടുകളാണുള്ളത്. ഓക്കെ. ഇതിൽ ഈ കാലിക്സും കൊറോളയും സെക്ഷൽ റീപ്രൊഡക്ഷന് എസെൻഷ്യൽ അല്ല. കാലിക്സും കൊറോളയും ഇല്ലെങ്കിൽ പോലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. സോ കാലിക്സ് ആൻഡ് കൊറോള ടുഗദർ കോൾഡ് നോൺ എസെൻഷ്യൽ വേൾസ് എന്നാ പറയുന്നത്. നോൺ എസെൻഷ്യൽ വേൾസ്, അത്യാവശ്യമില്ലാത്ത 2 റിങ്ങുകൾ. പക്ഷേ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഇല്ലാതെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരിക്കലും നടക്കത്തില്ല. സോ ദേ ആർ ടുഗദർ കോൾഡ് എസെൻഷ്യൽ വേൾസ്. ഓക്കെ, നോട്ട് ചെയ്തേക്കണേ. നോൺ എസെൻഷ്യൽ വേളും എസെൻഷ്യൽ വേളും.
ഓക്കെ, ദെൻ ഇതിലെ ഫസ്റ്റ് വണ്ണിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. ഫസ്റ്റ് പാർട്ട് ഇതിലെ മെയിൻ ആയിട്ട് നിൽക്കുന്ന നെക്സ്റ്റ് മേജർ പാർട്ട് എന്ന് പറയുന്നത് പാർട്ടാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ആൻഡ്രീഷ്യം. നെക്സ്റ്റ് പേജിലേക്ക് പോകും. ആൻഡ്രീഷ്യം. ഓക്കെ, ആൻഡ്രീഷ്യമാണ് ആൻജിയോസ്പെമിന്റെ മെയിൽ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. മെയിൽ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം. ഈ ആൻഡ്രീഷ്യം ഉണ്ടാക്കിയിരിക്കുന്ന ബേസിക് യൂണിറ്റിന്റെ പേരെന്താന്ന് പറയാവോ? ഒരാള് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഒരു ബോയും ഒരു ഗേളും. ഓക്കെ, പറഞ്ഞേ. ആദ്യമൊക്കെ എല്ലാരും പറയുമായിരുന്നു, ഇപ്പൊ എല്ലാരും ഭയങ്കര സൈലന്റാ. ആൻഡ്രീഷ്യം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആൻഡ്രീഷ്യം കമ്പോസ്ഡ് ഓഫ് ആന്തർ ആൻഡ് ഫിലമെന്റ് ആണ് സർ. അല്ല മോനെ, അല്ലടാ, തെറ്റാ. ഒരാൾ കൂടെ ഒന്ന് ശ്രമിച്ചേ. ആൻഡ്രീഷ്യം കമ്പോസ്ഡ് ഓഫ് ആന്ത്രർ ആൻഡ് ഫിലമെന്റ് എന്ന് പറയുന്നത് പാർഷ്യലി കറക്റ്റ് ആണ്, പക്ഷെ അതിന് ബെസ്റ്റ് ആൻസർ അതല്ല. ആൻഡ്രീഷ്യം കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്. സ്റ്റേമൻസ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ആ ഏരിയ പോരാന്ന് തോന്നുന്നു. ഓക്കെ, സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന ഏരിയാസ് ആണ് ഇതെല്ലാം. പക്ഷെ ഇതിപ്പോ ഒരാളൊരു ആൻസർ പറഞ്ഞപ്പോൾ ഒരു ചെറിയ എനിക്ക് സംശയം തോന്നി, ക്ലാരിറ്റി കുറവ് തോന്നിയോണ്ട് ഞാൻ ഇവിടെ എഴുതുവാണേ. അറിയാമെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞു പോയത്. ഒരു ചെമ്പരത്തിയുടെ പൂ വരയ്ക്കുകയാണ്. നമ്മൾ ഈ വരച്ച പാർട്ടാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഏരിയ, ദാറ്റ് ഈസ് കാലിക്സ്. ഇത് കാലിക്സ്. ഓക്കെ, ഇതിന് മുകളിൽ കാണുന്ന ഈ പാർട്ടാണ് കൊറോള. ഇപ്പൊ വരച്ച പോർഷൻ കൊറോള. ഓക്കെ, ഇനി ഇതിന്റെ സെന്ററിൽ നമുക്കൊരു പോർഷൻ കാണാം. ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇങ്ങനെ വരയ്ക്കട്ടെ. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഇതിന്റെ ടിപ്പിൽ നിന്ന് ഒരു കളർ ചേഞ്ച് കൊടുത്ത് അങ്ങ് വരയ്ക്കാവേ. ആക്ച്വൽ കളർ അതല്ല വരുന്നത്, ഞാൻ ഇങ്ങനെ അങ്ങ് വരച്ച് കാണിക്കും. ഇവിടെ നിന്ന് വേറെ കളർ ഉണ്ടോ? ഇവിടെ നിന്ന് 1 2 3 4 5 പാർട്സ് ഇങ്ങനെ നിൽക്കും. നോക്കണം. ഇനി ഇതിന്റെ ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കളർ വരയ്ക്കാം. ഇത് തന്നെ വരയ്ക്കാം. ഇവിടെ നിന്ന് നമുക്കിത് ഇങ്ങനെ ഓരോ ചെറിയ പോർഷൻ നിൽക്കുന്നതാണ്. ധാരാളം നമ്പർ കാണും. ഇതിന്റെ ഈ പാർട്ടിന് റെഡ് കളറും ഞാനിപ്പോ ഈ വരയ്ക്കുന്ന പോർഷൻ ഒരു ഡാർക്ക് യെല്ലോ കളറുമാണ് കാണുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ വരച്ച എല്ലാ കമ്പോണൻസിനും കൂടെ ചേർത്ത് വിളിക്കുന്നത്, ഇവിടെ എന്തൊക്കെ എത്രയെണ്ണം നമ്മൾ വരച്ചു ഇതിനെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം. ഇതില് ഒരെണ്ണത്തിന് ഈ ഒരെണ്ണം സിംഗിൾ ഇതിന് പറഞ്ഞ പേരാണ് സ്റ്റേമൻ. ഓക്കെ, ഒരു ഫ്ലവർ കൂടെ വരച്ച് കാണിക്കുക. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, അതുകൊണ്ട് ഒരു ഫ്ലവർ കൂടെ വരച്ച് കാണിക്കുക. വേറൊരു ഫ്ലവറാണ്, ഏതെങ്കിലും ഒരു പ്ലാന്റ് ഒരു ഫ്ലവറാണ്. എന്റെ ഫീമെയിൽ പാർട്ട്, ദാറ്റ് ഈസ് ഗൈനീഷ്യം. ഞാൻ ഇവിടെ എൻ്റെ ഒരു ആന്തരം കൂടെ വരയ്ക്കുകയാണ്. കാലിക്സും കൊറോളയും കൂടെ ആഡ് ചെയ്യുന്നു. കാലിക്സ് വരച്ചു, കൊറോളയും കൂടെ അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇതില് ഈ രണ്ട് പിക്ചറും അവിടെ ഇവിടെ വരച്ചുകൊണ്ട് നല്ലതായിട്ട് ക്ലിയർ ആകാൻ പറ്റും. ഇതാണ് ഈ ഒരെണ്ണം നമ്മളിപ്പോ ഈ കാണുന്ന ഒരു പാർട്ടാണ് ഒരു സ്റ്റേമൻ. ഓക്കെ, ഇത് അടുത്ത സ്റ്റേമൻ ആണ്. ഓക്കെ, സ്റ്റേമൻ എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം. ഓക്കെ, ചില പൂക്കളിൽ 4 സ്റ്റേമൻസ് കാണും. ഈ 4 സ്റ്റേമൻസും ചേർത്ത് നമ്മൾ വിളിക്കാം ആ ഫ്ലവറിലെ ആൻഡ്രീഷ്യം എന്ന് വിളിക്കാം. ഇപ്പൊ ചെമ്പരത്തിപ്പൂലൊക്കെ ആണെങ്കിൽ ചെമ്പരത്തിപ്പൂലൊക്കെ ആണെങ്കിൽ സ്റ്റേമന്റെ നമ്പർ വളരെ കൂടുതലാണ്. അറൗണ്ട് 100 സ്റ്റേമനൊക്കെ കാണും. പനിനീർ ചാമ്പ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു ഫ്ലവർ ഉണ്ട്, ഒരു നല്ലൊരു പിങ്ക് കളറൊക്കെ എന്റെ ഫ്ലവറിന് വരുന്നത്. അതിന് ആയിരക്കണക്കിന് സ്റ്റേമൻസ് ആണ് ഒരു ഫ്ലവറിലുള്ളത്. അപ്പൊ ഒരു ഫ്ലവറിൽ ഉള്ള സ്റ്റേമൻസിന്റെ ടോട്ടൽ കമ്പോണൻസിന് വിളിക്കുന്ന പേരാണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം is the male reproductive part of flower which composed of stamen. Okay,
ഇനി ഇതാ ഒരു മോൾ ഇപ്പൊ എന്ന് റെസ്പോണ്ട് ചെയ്തായിരുന്നു ചോദിച്ചപ്പം പറഞ്ഞത് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഇനി നമ്മൾ പറയുന്നത് അതിനെ കുറിച്ചാണ്. ഇവിടുത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വരയ്ക്കും. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 3 പാർട്ടുകളാണ് കാണുന്നത്. 3 പാർട്ടുകൾ കാണാൻ കഴിയും. 3 പാർട്ടുകളുണ്ട്. ഇത് ലേബൽ ചെയ്യാവേ. ഈ പാർട്ടിന്റെ പേരാണ് ഫിലമെന്റ്. ഈ റെഡ് കളർ ഞാൻ വരച്ചേക്കുന്ന ഈ പാർട്ടിന് പറഞ്ഞ പേരാണ് ആന്തർ. ഇത് മൊത്തം ഈ കാണുന്ന ഇത്രയും പാർട്ട് ഇതിന്റെ പേരാണ് ആന്തർ. ഇനി ഫിലമെന്റിനെയും ആന്തറിനെയും കൂടെ കണക്ട് ചെയ്ത് ഇടയ്ക്ക് ഒരു പോർഷൻ കാണും. ഞാൻ ഒരു ഗ്രീൻ കളർ ആക്കുവാണേ. ഫിലമെന്റിനെ ആന്തറിനെ കൂടെ കണക്ട് ചെയ്ത് കാണുന്ന ആ പാർട്ടിന് വിളിക്കുന്ന പേരാണ് കണക്റ്റീവ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ സ്കൂൾ ലെവലിൽ പറഞ്ഞത് 2 പാർട്ട് എന്നായിരിക്കും. അത് സെക്കൻഡ് ഇയർ ആവും പിന്നെ അത് തിരുത്തപ്പെടും. അതുകൊണ്ട് ഇപ്പൊ തന്നെ 3 പഠിച്ചു. ഫിലമെന്റ് ഉണ്ട്, 2 ആന്തർ ഉണ്ട്, ഫിലമെന്റിനെ ആന്തറിനെ കൂടെ കണക്ട് ചെയ്ത് കണക്റ്റീവ് ഉണ്ട്. ഓക്കെ. ഫിലമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ പറയണം. ഫിലമെന്റ് ഈസ് ദ സ്റ്റോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് തണ്ടിന് പറയുന്ന പേരാണ് ഫിലമെന്റ്. ഓക്കെ. ദെൻ ആന്തർ എന്ന് പറഞ്ഞാൽ ഫിലമെന്റ് ടിപ്പ് പോർഷൻ. ഇങ്ങനെ വരുന്ന ഈ ഫിലമെന്റ് ടിപ്പ് പോർഷൻ ഇങ്ങനെ വീർത്തിരിക്കും, ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന പാർട്ട്. ദാറ്റ് ഈസ് ആന്തർ ഈസ് ദ എൻലാർജ്ഡ് ഓർ ബൾജ്ഡ് ടിപ്പ് ഓഫ് ഫിലമെന്റ്. ഓക്കെ. ഫിലമെന്റിന്റെ വീർത്തിരിക്കുന്ന ആ ടിപ്പ് പോർഷൻ പറഞ്ഞ പേരാണ് ആന്തർ. ഇനി ഫിലമെന്റിനെയും ആന്തറിനെയും കൂടെ കണക്ട് ചെയ്ത് കാണുന്ന ആ ഒരു പോർഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ആന്തർ അവിടേക്ക് ഇറങ്ങി പറയുമ്പോൾ ഇച്ചിരി ഡീറ്റെയിൽ ആയി പോകുന്നുണ്ട്, എങ്കിലും ഞാൻ പറയുകയാണെ. നമ്മൾ ഈ ആന്തർ നടുവ് എന്ന് മുറിച്ച് നോക്കിയാൽ, ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് ഇങ്ങനെ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ക്രോസ് സെക്ഷൻ എന്ന് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ മെഡിസിനോടുള്ള ക്യാപ്സ്യൂളില്ലേ, ഒരു ക്യാപ്സ്യൂൾ, ഇത് രണ്ടാമത്തെ ക്യാപ്സ്യൂൾ, ഇത് മൂന്നാമത്തെ ക്യാപ്സ്യൂൾ. ഇത് ക്യാപ്സ്യൂൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ സംശയം തോന്നും. ഇതൊരു ക്യാപ്സ്യൂള്. ഓക്കെ. ഇത് രണ്ടാമത്തെ ക്യാപ്സ്യൂൾ. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുന്നു. ഇത് മൂന്നാമത്തെ ക്യാപ്സ്യൂൾ, നാലാമത്തെ ക്യാപ്സ്യൂൾ. ഇങ്ങനെ 4 ക്യാപ്സ്യൂളുകൾ സൈഡ് ബൈ സൈഡ്. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോണം. 4 ക്യാപ്സ്യൂൾ. ഇതൊരു ക്യാപ്സ്യൂള്, ഇതടുത്തത്, ഇതടുത്തത്, ഇതടുത്തത്. ഓക്കെ. ഇങ്ങനെ 4 ക്യാപ്സ്യൂളുകൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് ചേർത്ത് വെച്ച എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് ഒരു ആന്തർ ഇരിക്കുന്നത്. ഒരു 3D വ്യൂവിൽ ഞാൻ വരച്ച് കാണിക്കാം. ഇതാണ് ഒരു ക്യാപ്സ്യൂള്. ഇത് രണ്ടാമത്തെ ക്യാപ്സ്യൂൾ വരച്ചു. ഇത് മൂന്നാമത്തെ ക്യാപ്സ്യൂൾ വരച്ചു. ഇത് നാലാമത്തെ ക്യാപ്സ്യൂൾ. ഓക്കെ. ഈ ഫിലമെന്റ് ഇരിക്കുന്നത് ഇതിന്റെ ഈ താഴെഭാഗത്തായിരിക്കും. ഇതാണ് ഫിലമെന്റ്. ഈ കാണുന്നത് ഈ ഗ്രീൻ കളർ. ഈ ഫിലമെന്റിന്റെ സെന്ററിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇതിന് നടുക്കുവന്ന് ഇങ്ങനെ ഇരിക്കും. നമ്മളിപ്പോ ഒരു ആന്തർ കട്ട് ഓപ്പൺ ചെയ്താണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഫിലമെന്റിന്റെ ഞാൻ പറഞ്ഞു, ഒരു ആന്തറിൽ 4 1 2 3 4 4 നമ്മുടെ ക്യാപ്സ്യൂൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുമെന്ന് പറഞ്ഞു. ഇതിന്റെ അകത്ത് 2 എണ്ണത്തിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഒരു ലോബ് എന്ന് വിളിക്കും. അതായത് 2 ക്യാപ്സ്യൂളുകൾ ചേർന്ന് ഒട്ടിച്ചേർന്നിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു ലോബാണ്. അടുത്ത 2 ക്യാപ്സ്യൂളുകൾ ഒട്ടിച്ചേർന്ന് അടുത്തൊരു ലോബാണ്. അപ്പോൾ ഒരു ആന്തറിൽ 2 ലോബാണ്. ഇതൊരു ലോബാണ്. ഈ കാണുന്നത് അടുത്ത ലോബാണ്. ഒരു ആന്തറിൽ 2 ലോബുകൾ. ഇത് ഒന്നാമത്തെ ലോബ്, ഇത് രണ്ടാമത്തെ ലോബ്. ഓക്കെ. ഈ ആന്തർ ലോബുകളെ തമ്മിൽ ചേർത്ത് പിടിക്കുന്ന, കണക്ട് ചെയ്യുന്ന, ആന്തറിന്റെ ലോബുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിന് പറഞ്ഞ പേരാണ് കണക്റ്റീവ്. ആന്തറിലെ ഭാഗങ്ങൾ ഫെർട്ടൈൽ ആണ്, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഉള്ള ഭാഗങ്ങളാണ്. പക്ഷേ ഈ കണക്റ്റീവ് ഫെർട്ടിലിറ്റി ഇല്ലാത്തതാണ്. അത് നടുക്ക് നിൽക്കുന്ന ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. അപ്പൊ കണക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഡിഫൈൻ ചെയ്യേണ്ടത് സ്റ്റെറൈൽ part that connect anther lobes. എഴുതി വെച്ചോണേ. സ്റ്റെറൈൽ പാർട്ട് ദാറ്റ് കണക്ട് ആന്തർ ലോബ്സ്. അപ്പം ഞാൻ സ്റ്റെറൈൽ വാട്ട് ഈസ് കണക്റ്റീവ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ പറയാ, കണക്റ്റീവ് ഈസ് എ സ്റ്റെറൈൽ പാർട്ട് ദാറ്റ് കണക്ട് ആന്തർ ലോബ്. അപ്പൊ നമ്മൾ ഉടനെ ചോദിക്കും, നിങ്ങൾ എന്താണ് സാറേ ആന്തർ ലോബ്? അപ്പൊ ആന്തർ ലോബ് എന്ന് പറഞ്ഞാൽ ഒരു ആന്തറിന് 2 ക്യാപ്സൂളുകൾ ചേർന്ന്, അല്ലെങ്കിൽ ആദ്യത്തെ 2 ക്യാപ്സൂൾ ചേർന്ന് ഒരു ലോബാവും, അടുത്ത 2 ക്യാപ്സൂൾ ചേർന്ന് ഒരു ലോബാവും. അങ്ങനെ ലോബുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് പോർഷൻ പറയുന്ന പേരാണ് ഈ പറയുന്ന കണക്റ്റീവ്. അപ്പൊ ഒരു സ്റ്റേമിന് 3 പാർട്ടുകളാണ് ഉള്ളത്. ഒന്ന് ഫിലമെന്റ്, ദാറ്റ് ഈസ് ദ സ്റ്റോക്ക് ഓഫ് ദ സ്റ്റേമൻ. 2 ആന്തർ,
Anther is the bulged or enlarged tip of filament. 3. The last one, connective. That is sterile part that connect anther lobes. Okay. ഇനി മുന്നോട്ട് മൂവ് ചെയ്യുകയാണ്. ഞാൻ ആന്തർ ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ്. ഇതാണ് ആന്തർ. ഓക്കെ. ഈ ആന്തറിന്റെ ഉള്ളില് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യും. ഞാൻ ആന്തറിൽ പോളൻ ഗ്രെയിൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ, അതായത് ഏതാ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്നുള്ള ചാപ്റ്ററിൽ വിശദമായിട്ട് പറയും. ആന്തറിനുള്ളില് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാണുന്നത് പോളൻ ഗ്രെയിൻസ് ആണ്. പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ വേറൊരു പേര് കൊണ്ട് പറയാം, മൈക്രോ സ്പോർ എന്ന് പറയാം. ഓക്കെ. ആന്തറിന്റെ ഉള്ളില് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യും. ഈ ആന്തറും ഫിലമെന്റും നമ്മളിപ്പോ പറഞ്ഞ ഈ പ്ലാന്റിന്റെ എല്ലാ ഭാഗങ്ങളും ഡിപ്ലോയിഡ് ആണ്. നമ്മൾ കാണുന്ന ഒരു ആൻജിയോസ്പെമിന്റെ എല്ലാ ഭാഗങ്ങളും, ഇതിന്റെ കാലിക്സ് ഡിപ്ലോയിഡ് ആണ്, കൊറോള ഡിപ്ലോയിഡ് ആണ്, ആന്തറും എല്ലാം ഈ പോർഷൻസ് എല്ലാം ഡിപ്ലോയിഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ കാണുന്നത് ഫിലമെന്റ് ആണ്. ഈ പാർട്ട് ഫിലമെന്റ് ആണ്, ഇത് ആന്തർ ആണ്. ഫിലമെന്റ് ഡിപ്ലോയിഡ് ആണ്, ആന്തർ ഡിപ്ലോയിഡ് ആണ്. മനസ്സിലായോ? ഇനി ഈ ആന്തറിന്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പോളൻ ഗ്രെയിൻസ് ആർ ഹാപ്ലോയിഡ് സ്ട്രക്ചർ. കാരണം ഈ ആന്തറിൽ മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടന്നിട്ടാണ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ പോളൻ ഗ്രെയിൻസ് ആർ ഹാപ്ലോയിഡ്. ഹാപ്ലോയിഡ് പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എവിടെയാ ഹാപ്ലോയിഡ് പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ആന്തർ ത്രൂ മിയോസിസ്. അപ്പൊ ഒരു പൂവില് ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചേക്കാം. ഒരു ഫ്ലവറിൽ ഇത് എൻ്റെ ഫീമെയിൽ പാർട്ടായ ഗൈനീഷ്യമാണ്, ഇത് എൻ്റെ മെയിൽ പാർട്ടായ ആൻഡ്രീഷ്യമാണ്. ഓക്കെ. ഈ ആൻഡ്രീഷ്യത്തിന്റെ ഉള്ളിൽ മിയോസിസ് നടന്ന് പോളൻ ഗ്രെയിൻസ് ഉണ്ടായി. ഇങ്ങനെ ആന്തറിന്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്നവരാണ് മൈക്രോസ്പോറോജെനിസിസ് എന്നാണ് പറയുന്നത്. അതൊന്നും ഇപ്പം വിശദമായിട്ട് ചെയ്യേണ്ട, അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പം ആന്തറിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടായി. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക, പോളൻ ഗ്രെയിൻ റെഡി ആയിട്ട് നിൽക്കുക. ഈ പോളൻ ഗ്രെയിൻ നമ്മൾ തൊട്ട് ബാക്കിലെ നമ്മൾ പഠിച്ച ടോപ്പിക്കുകളുമായിട്ട് അല്ലെങ്കിൽ ജിംനോസ്പേംസും ടെറിഡോഫൈറ്റും ബ്രയോഫൈറ്റും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്, മെയിൽ ഗമീറ്റ് ആണ്. പോളൻ ഗ്രെയിൻസിന് ഉള്ളിലാണ് മെയിൽ ഗമീറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പോളൻ ഗ്രെയിൻസ് പറയുന്നത് എന്താണ്, ഇവിടുത്തെ മൈക്രോസ്പോർ ആണ്. ഓക്കെ. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ച് ഇതിൽ സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. പോളൻ ഗ്രെയിൻസ് ഇവിടെ മൈക്രോസ്പോറിന് തുല്യമായ സ്ട്രക്ചർ ആണ്. നമ്മൾ പറഞ്ഞു മൈക്രോസ്പോർ മെയിൽ പാർട്ട് ആണ്. ഇനി ഞാൻ ഇതിലെ ഫീമെയിൽ പാർട്ടിലേക്ക് മൂവ് ചെയ്യും. പിക്ചർ അല്ല അവിടെ നിന്നിട്ട് ഞാനൊരു പുതിയ ഷീറ്റ് എടുത്ത് അതിലേക്ക് പറയുകയാണ്. മെയിൽ പാർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ ഫീമെയിൽ പാർട്ടാണ്. ഫീമെയിൽ പാർട്ട് ഇസ് കോൾഡ് ഗൈനീഷ്യം. അല്ലെങ്കിൽ വേറൊരു പേരും കൂടെ പറയാം, പിസ്റ്റിൽ എന്ന് പറയാം. ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചാണ്. ഇവിടുന്ന് ഒരു സംശയം സാധാരണ കുട്ടികൾ ചോദിക്കുന്നതാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവർ ഈസ് കോൾഡ് ഗൈനീഷ്യം ഓർ പിസ്റ്റിൽ. ഒരു ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 ഭാഗങ്ങളുണ്ട് എന്ന് വരച്ചേക്കാം. അത് ഗൈനീഷ്യം ഓർ പിസ്റ്റിൽ കമ്പോസ്ഡ് ഓഫ് 3 പാർട്സ്. ഓക്കെ. ഇതിപ്പോ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഈ പാർട്ടിന് ലെങ്ത് കുറവോ കൂടുതലോ ഒക്കെ വരാം. ഒരു ചെമ്പരത്തിപ്പൂ എടുത്ത് അത് കട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ആന്തറും ഗൈനീഷ്യവും മസ്റ്റായിട്ട് ഇന്ന് രാത്രി സാധിക്കുമെങ്കിൽ വീടിന്റെ വാതിലൊക്കെ മുറ്റത്ത് ചെടികൾ നിപ്പുണ്ടെങ്കിൽ ഒരു ചെമ്പരത്തിപ്പൂ പറിച്ച് അതിൻ്റെ അകത്ത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണാനും അതൊന്ന് ഒരു പേപ്പറിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനും ശ്രമിക്കുക. നമ്മൾ കുത്തിയിരുന്ന് കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി എഫക്റ്റീവ് ആണ് ഒരു തവണ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ. അപ്പൊ ഈ പാർട്ടാണ് ഇവിടുത്തെ സ്റ്റിഗ്മ, STIGMA. ഇതാണ് ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിലിന്റെ പാർട്ട്, ഒരു പാർട്ട്. ഓക്കെ. ദെൻ ഇതിന്റെ പേരാണ് സ്റ്റൈൽ, STYLE. അതിന്റെ താഴെ കാണുന്ന ഈ ബഡ്ജറ്റ് പോർഷൻ ആണ് ഓവർ. ഓക്കെ. ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ? ഇതിന്റെ ബേസിക് യൂണിറ്റ് എന്ത് പേര് പറയാം? ഗൈനീഷ്യം ഓർ പിസ്റ്റിൽ കമ്പോസ്ഡ് ഓഫ് ആൻഡ്രീഷ്യം കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്, ഗൈനീഷ്യം കമ്പോസ്ഡ് ഓഫ് പറഞ്ഞു മക്കളെ. ഗൈനീഷ്യം കാർപ്പിലാണോ? യെസ്, കാർപ്പൽ. ഈ കാർപ്പൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്?
കാർപ്പൽ കണ്ടിട്ടുണ്ടോ? ഗൈനീഷ്യം കണ്ടിട്ടുണ്ടോ? നമ്മളൊരു ചെമ്പരത്തിപ്പൂ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മിണ്ടാതിരിക്കുന്നതിന്റെ അർത്ഥം കണ്ടിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ തൊട്ട് ബാഗിൽ നമ്മൾ ചെയ്തൊരു പിക്ചർ എടുക്കുന്നത് ഇതുണ്ടോ? ഈ ചെമ്പരത്തിപ്പൂവിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ കണ്ടോ, ഇവിടെ 1 2 3 4 5 ചെറിയ ബോൾ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടോ? ഒരു ചെറിയ മുട്ട് പോലെ 5 പോർഷൻസ് ഇരിപ്പുണ്ട്. നമ്മൾ ഇതിലൊന്ന് പിടിച്ചിട്ട് ഈ ഒരെണ്ണത്തിൽ പിടിച്ചുകൊണ്ട് പയ്യെ ഇത് പൊട്ടിക്കാതെ വലിച്ചങ്ങോട്ട് എടുക്കുവാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പൂ നേരെ നടുവെ മുറിക്കുക. പൂ ഒരു 2 വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ഓപ്പൺ ചെയ്ത് രണ്ടായിട്ട് കീറിയെടുക്കുക. രണ്ടായിട്ട് ലെങ്ത് വൈസ് കീറിയെടുക്കുക. കീറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ സെന്ററിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു സംഭവിക്കുന്നതാണ്. നല്ല വൈറ്റ് കളറിലാണ് നമുക്ക് കാണാം. നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇവിടെ നല്ലൊരു ഒരു മുല്ല മുട്ടിന്റെ ഒക്കെ വലുപ്പത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണും. മേളിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 2 3 4 5 ആയിട്ടിരിക്കുന്നതാണ്. ഈ പറയുന്ന അല്ലെങ്കിൽ ഈ കാണിച്ച ഈ പാർട്ടാണ്, ഇതാണ് സ്റ്റിഗ്മ. ഈ നോഡ് സ്ട്രക്ചർ ആണ് സ്റ്റിഗ്മ. ഈ കാണുന്ന പോർഷൻ ആണ് സ്റ്റൈൽ. ഇതാണ് ഓവറി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റിഗ്മയിൽ പിടിച്ചുകൊണ്ട് ഈ സ്റ്റിഗ്മയിൽ പിടിച്ച് വളരെ കെയർഫുൾ ആയിട്ട് പയ്യെ ഈ പോർഷൻ ഈ പാർട്ട് ഞാൻ അതിന്റെ കളർ ചേഞ്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഇതാണ് ആ സ്റ്റിഗ്മ. ഇതിൽ പിടിച്ചുകൊണ്ട് നമ്മൾ പയ്യെ ഇത് നിങ്ങൾ വലിക്കുമ്പോൾ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് വരും. ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ കിട്ടും. ഞാൻ ആ കിട്ടിയ പോർഷൻ ഇങ്ങോട്ട് ഇവിടേക്ക് വരയ്ക്കാം. അവിടെ സ്പേസ് കുറവാകൊണ്ട് ഇതാണ് സ്റ്റിഗ്മ. താഴേക്ക് ഇങ്ങനെ വന്ന് ഒരെണ്ണം നമ്മൾ എടുത്തേ. ഈ ഒരെണ്ണം നമ്മൾ എടുത്തു. അടുത്തത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത് ഞാനിപ്പം എന്താ പറയുന്നത്, ഇതിൽ ഇവിടെ ഇല്ലാന്ന് കരുത്, എടുത്തു. അടുത്ത രണ്ടാമത്തെ ഇവിടെ ഇത് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ഇതുപോലെ താഴേക്ക് കിട്ടും. രണ്ടാമത്തെ കിട്ടി. തേർഡ് വൺ. മൂന്നാമത്തത് വന്നു. നാലാമത്തത്. ദിസ് വൺ 5. 5. ഈ കാണുന്ന 5 പാർട്ടുകൾക്കും നമുക്ക് കാർപ്പൽ എന്ന് പറയാം. ഇതൊരു കാർപ്പലാണ്, ഇതൊരു കാർപ്പലാണ്, ഇത് അടുത്ത കാർപ്പലാണ്, ഇത് അടുത്ത കാർപ്പലാണ്, ഇത് അടുത്ത. അതായത് 1 2 3 4 5 5 കാർപ്പലുകൾ കൊണ്ടാണ് ചെമ്പരത്തിയിൽ ഹിബിസ്കസിൽ ഗൈനീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇൻ ഹിബിസ്കസ് ഗൈനീഷ്യം ഓർ പിസ്റ്റിൽ കമ്പോസ്ഡ് ഓഫ് 5 കാർപ്പൽസ്. ഇത് 5 കാർപ്പൽസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ചെയ്യേണ്ടത് ഈ ഓവറിയുടെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുക. CS-ഉം LS-ഉം ഒക്കെ എന്താന്ന് ഞാൻ പറഞ്ഞു. ക്രോസ് സെക്ഷൻ നമ്മൾ ബനാനയുടെ ചിപ്സ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുന്ന പോർഷനാണ് ക്രോസ് സെക്ഷൻ. ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലേഡിൽ തന്നെ നോക്കിയാൽ മതി. ബ്ലേഡിന്റെ ടിപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇങ്ങനൊരു സെക്ഷൻ നമ്മൾ മുറിച്ചെടുക്കുവാണ്. ഒന്ന് കട്ട് ചെയ്ത് ഇപ്പൊ മേലത്തെ പോർഷൻ കളഞ്ഞു, അതിനോട് ചേർത്ത് നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പോർഷൻ കിട്ടും. ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 5 ക്യാവിറ്റീസ് കാണാൻ പറ്റും. 1 2 3 4 5. കാരണം ഇതൊരു കാർപ്പലാണ്, ഇത് അടുത്ത കാർപ്പലാണ്, ഇത് അടുത്ത കാർപ്പലാണ്, അടുത്ത കാർപ്പൽ. ചെമ്പരത്തിപ്പൂവില് ഈ പറയുന്ന ഓവറി അല്ലെങ്കിൽ കാർപ്പലുകൾ, എത്ര കാർപ്പൽസ് ഉണ്ട് ഇവിടെ? 5 കാർപ്പൽസ് ഉള്ള. ഓരോ കാർപ്പലിലും 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു കാർപ്പലില് 3 ഭാഗങ്ങളുണ്ട്. ഈ പാർട്ട് സ്റ്റിഗ്മയാണ്, ഇത് സ്റ്റൈലാണ്, ഓവറിയിലാണ്. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചെമ്പരത്തിപ്പൂവിൽ ഗൈനീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത് 5 കാർപ്പലുകൾ ചേർന്നിട്ടാണ്. നൂരി പറഞ്ഞു, ഹിബിസ്കസിൽ ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന 5 കാർപ്പലുകൾ കൊണ്ടാണ്. ഇനി അതേസമയം നമ്മൾ വേറൊരു കേസിലേക്ക് വരികയാണ്. നമ്മൾ ഏതാ എടുക്കാൻ പറ്റുന്നത്? സിംഗിൾ ഗൈനീഷ്യം വരുന്നത് മാങ്ങയുടെ ഫ്ലവർ എടുക്കുക, മാവിന്റെ ഫ്ലവർ എടുക്കുക. മാവിന്റെ ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒറ്റ ഒരു ഗൈനീഷ്യം കാണും, ഒരെണ്ണം മാത്രം, അല്ലെങ്കിൽ ഒരു കാർപ്പലേ ഉള്ളൂ. നമ്മുടെ പയറുണ്ടല്ലോ, പയറ്, നമ്മുടെ കറി വെക്കുന്ന നീളമുള്ള പയറ്, ആ പയറ് എടുത്ത് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ, പയറെടുത്ത് നമ്മൾ തോരൻ വയ്ക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഴുക്കുവരട്ടി വെക്കാനോ ഒക്കെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ആ പയറിന്റെ ഉള്ളിൽ ഇങ്ങനെ നീളമുള്ള പയറാണ്. ആ പയർ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യും, ചേർത്ത് ഒന്നും കൂടെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ പോർഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിന്റെ അകത്ത് എത്ര ക്യാവിറ്റിയാ ഉള്ളത്? ഒരു ക്യാവിറ്റി ഉള്ളൂ. അതേസമയം നമ്മൾ ഈ ചെമ്പരത്തിയുടെ ഓവറി എടുത്ത് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ 5 ക്യാവിറ്റീസ് കാണാം.
നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ലെമൺ, അതെടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം 10, 12, 16 ഒക്കെ ക്യാവിറ്റീസ് കാണാം. ഈ കാണുന്ന ഓരോ ക്യാവിറ്റി ഒരു കാർപ്പലാണ്. ഇത് ഒരു കാർപ്പൽ, അടുത്ത കാർപ്പൽ, അടുത്ത കാർപ്പൽ, അടുത്ത കാർപ്പൽ, ഇങ്ങനെ കാർപ്പൽ ഇരിക്കുവാണ്. നമ്മുടെ ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക അതെടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മിനിമം 4 ക്യാവിറ്റീസ് കാണും. ഓക്കെ, അപ്പം ലെമണിൽ ഗൈനീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഒത്തിരി കാർപ്പലുകൾ ചേർന്നാണ്. ലേഡീസ് ഫിംഗറിൽ ഗൈനീഷ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഒത്തിരി കാർപ്പലുകൾ ചേർന്നിട്ടാണ്. അറൌണ്ട് 4 കാർപ്പലുകൾ അല്ലെങ്കിൽ 6 കാർപ്പലുകൾ ചേർന്നാണ്. ദെൻ ഹിബിസ്കസിൽ ഗൈനീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത് 5 കാർപ്പലുകൾ ചേർന്നാണ്. അതേസമയം പയറിൽ, പീ പ്ലാന്റിൽ പയറിൽ ഗൈനീഷ്യം ഉണ്ടാക്കുന്ന 1 കാർപ്പൽ കൊണ്ടാണ്. ഓക്കെ, അപ്പം പയറിൽ ഗൈനീഷ്യം ഈസ് ഈക്വൽ ടു കാർപ്പൽ. കാരണം അവിടെ ഒരു കാർപ്പലേ ഉള്ളൂ, ഒരു കാർപ്പലാണ് അവിടുത്തെ ഗൈനീഷ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതേസമയം ഹിബിസ്കസിൽ 5 കാർപ്പൽസ് ചേർന്നിട്ടാണ് ഗൈനീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലേഡീസ് ഫിംഗറിൽ 6 കാർപ്പൽ ചേർന്നാണ് ഗൈനീഷ്യമായിട്ട് മാറിയിരിക്കുന്നത്. ലെമണിൽ ചിലപ്പോൾ 12 കാർപ്പൽ ചേർന്നായിരിക്കും ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഗൈനീഷ്യത്തിന്റെ യൂണിറ്റ് പിസ്റ്റിലാണ്. ചില പ്ലാന്റുകളിൽ ഗൈനീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കാർപ്പൽ കൊണ്ട് മാത്രമാണ്. ചില പ്ലാന്റുകളിൽ ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ ദാറ്റ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ കാർപ്പൽ. സോ their carpel is equal to gynecium or pistil. Okay, in most case gynecium composed of more than 1 carpels. Clear ആണല്ലോ? കണ്ടിന്യൂ ചെയ്യാണ്, സംശയമില്ല എന്ന് കരുതുകയാണ്. നമ്മൾ പറഞ്ഞു ഇത് ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ ആണ്. പിസ്റ്റിലിന്റെ യൂണിറ്റ് ആണ് കാർപ്പൽ എന്ന് പറഞ്ഞു. എപ്പോഴാണ് പിസ്റ്റിലിന്റെ യൂണിറ്റ് കാർപ്പൽ ആകുന്നത്? ചില കേസുകളിൽ ഒന്നിൽ കൂടുതൽ കാർപ്പലുകൾ ചേർന്നിട്ടാണ് ഗൈനീഷ്യമായിട്ട് മാറുന്നത്. പീ പ്ലാന്റിലൊക്കെ ഒരൊറ്റ കാർപ്പലേ ഉള്ളൂ. ആ ഒരൊറ്റ കാർപ്പലാണ് അവിടുത്തെ ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഇനി കാർപ്പലായാലും പിസ്റ്റിലായാലും ഗൈനീഷ്യമായാലും ഏതെടുത്താലും അതിന് 3 പാർട്ടുകളാണ് ഉള്ളത്. ഒരു സ്റ്റിഗ്മയുണ്ട്, ഒരു സ്റ്റൈലുണ്ട്, ഒരു ഓവറി ഉണ്ട്. സ്റ്റിഗ്മ എന്താണ് എന്ന് ചോദിച്ചാൽ, സ്റ്റിഗ്മ ഈസ് ദ പാർട്ട് ദാറ്റ് റിസീവ്സ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ഈ ആന്തർ പൊട്ടിയിട്ട്, ഇത് പൊട്ടിയിട്ട്, നെക്സ്റ്റ് പടം ഉണ്ടായിരുന്നല്ലോ, ഇത് പൊട്ടിയിട്ട് റിലീസ് ചെയ്യുന്ന, ആന്തർ പൊട്ടിയിട്ട് വെളിയിലേക്ക് റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ. ഇതാണ് പോളൻ ഗ്രെയിൻ. ഈ പോളൻ ഗ്രെയിൻ മോസ്റ്റ് കേസിൽ എയറിൽ കൂടി, വായുവിൽ കൂടിയാണ് പറന്ന് ഈ സ്റ്റിഗ്മയുടെ സർഫസ്. കേൾക്കുന്നില്ലേ? അയ്യോ, എന്തുപറ്റി? കേക്കാവോ മക്കളെ? കേക്കാവോ? ഹലോ, കേക്കാം. അപ്പം ഓക്കെ, പോളൻ ഗ്രെയിൻ വിൻഡിൽ കൂടിയാണ് പറന്ന് എവിടെ എത്തുന്നത്? സ്റ്റിഗ്മാറ്റിക് സർഫസിൽ എത്തുന്നത്. Such a transfer of pollen grains from anther to the stigma of flower can be called pollination. Okay, pollination ഏത് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റിലാണ് കാണുന്നത്? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെംസ്, ആൻജിയോസ്പെം. which group? Pollination occur in which group of plants? Algae, bryophyte, pteridophyte, gymnosperm, angiosperms. പറഞ്ഞോളൂ. ആരോ പറയുന്നുണ്ട്, എനിക്ക് ക്ലിയർ അല്ല, ഓഡിയബിൾ അല്ല. ഇച്ചിരി ഉറക്കെ പറയാവോ? ജിംനോസ്പെംസിലുണ്ട്, നമ്മൾ പഠിച്ചു. ജിംനോയിലുണ്ട്, ആൻജിയോയിലുണ്ട് കേട്ടോ. പോളിനേഷൻ ഉള്ള 2 പ്ലാന്റ് ഗ്രൂപ്പുകളേ ഉള്ളൂ, gymnosperms and angiosperm. Pollination is the transfer of pollen grains from anther to the stigma of the flower that occur in gymnosperm and angiosperm. Okay, ഇനി ഇവിടേക്ക് വരുന്നു. Stigma is the site of gynecium that receives pollen grain. സ്റ്റൈൽ എന്ന് പറയുന്നത് ചില ഗൈനീഷ്യത്തിൽ സ്റ്റൈൽ ചെറുതായിരിക്കാം, ചില ഗൈനീഷ്യത്തിൽ വലുതായിരിക്കാം. ചില കേസിൽ വളരെ, ചില ഗൈനീഷ്യം ഇങ്ങനെ ഇരിക്കും. നമ്മുടെ എന്താ പറയുക, മത്തങ്ങയുടെ ഒക്കെ ഗൈനീഷ്യം ഇങ്ങനെ ഇരിക്കും. ഈ പോർഷൻ വളരെ ചെറുതാണ്. അപ്പം സ്റ്റൈൽ ഈസ് ഇലോങ്ങേറ്റഡ് ഓർ ഷോർട്ട് പാർട്ട്, ട്യൂബ് ലൈക്ക് പാർട്ട്, ഇലോങ്ങേറ്റഡ് ഓർ ഷോർട്ട് ട്യൂബ് ലൈക്ക് പാർട്ട് ദാറ്റ് കണക്ട് സ്റ്റിഗ്മ വിത്ത് ഓവറി. സ്റ്റിഗ്മയെ ഓവറിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഷോർട്ട് ഓർ ലോങ് സ്ട്രക്ചർ ആണ് സ്റ്റൈൽ. ഓവറിലേക്ക് വരുന്നു. ഓവറി ഇസ് ദ ബേസൽ ബൾജ്ഡ് പോർഷൻ ഓഫ് ഗൈനീഷ്യം. നമ്മൾ ഈ ഓവറിയുടെ അല്ലെങ്കിൽ ഇതിന്റെ മൊത്തം ഒരു LS എടുക്കാൻ, ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ, നമ്മുടെ എന്താ പറയുന്നത്, ഈ ബനാന ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ബനാന കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇന്നർ പാർട്ട് കാണാൻ സാധിക്കും. ഞാൻ ഇന്നർ പാർട്ട് ഒന്ന് വരയ്ക്കാൻ പോവാണേ. നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു ചെമ്പരത്തി പൂവിന്റെ ഗൈനീഷ്യമൊക്കെ എടുത്തൊന്ന് കട്ട് ഓപ്പൺ ചെയ്ത് നോക്കണേ. ടെക്സ്റ്റ് വായിക്കുന്നതിനെക്കാട്ടിലും തിയറി പഠിക്കുന്നതിനെക്കാട്ടിലും ഒക്കെ ഇഫക്റ്റീവ് ആണെന്ന് നോക്കണം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതേപോലെ
വളരെ ക്ലിയർ ആയിട്ട് കാണാം. മൈക്രോസ്കോപ്പിന് ഒന്നും ആവശ്യമില്ല, വെറുതെ നേക്കഡ് ഐ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ? ഞാൻ തന്നെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി, മെർജ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ഈ പാർട്ടിനെ ഞാൻ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പാർട്ട് കണ്ടല്ലോ, ഇത് ഷെയ്ഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവറിക്കകത്തൊരു ക്യാവിറ്റി കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. ഇതാണ് ക്യാവിറ്റി, നല്ല ക്ലിയർ ആയിട്ട് കാണാം. എന്റെ നടുക്കോണാണ് ഈ പോർഷൻ ഇരിക്കുന്നത്. ഓവറിക്കകത്ത് കാണുന്ന ഈ ക്യാവിറ്റിക്ക് ലോക്യൂൾ എന്നാണ് പറയുന്നത്. ovarian cavity, that is the cavity present within ovule is called locule. പറഞ്ഞു തെറ്റിപ്പോയി. cavity present within ovary is called locule. ഓക്കെ, ഈ ലോക്യൂൾ എന്ന് പറയുന്ന ഓവേറിയൻ ക്യാവിറ്റിക്കകത്ത്, ഓക്കെ, ഇതിനകത്താണ് ഓവ്യൂളുകൾ കാണുന്നത്. ഞാൻ ഈ വരച്ച ഈ പാർട്ടുകളൊക്കെ ഓവ്യൂളുകൾ. ഇതൊരു ഓവ്യൂളാണ്, ഓവ്യൂളാണ്. ഇത് അടുത്ത ഓവ്യൂളാണ്. ഓവ്യൂൾസ് ഇരിക്കുന്നത് എവിടെയാണ്? ഓവറിക്കകത്താണ്. ഞാൻ ഓവ്യൂളിന് വേണമെങ്കിൽ ഒരു കളർ ചേഞ്ച് കൊടുക്കാം, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി. ഇതൊരു ഓവ്യൂളാണ്, ഇത് അടുത്ത ഓവ്യൂളാണ്, ഇത് അടുത്ത ഓവ്യൂളാണ്. ചില ഓവറിയിൽ മോർ ദാൻ വൺ ഓവ്യൂൾസ് കാണും, ചില ഓവറിയിൽ ഒറ്റ ഓവ്യൂളെ കാണത്തുള്ളൂ. ഇനി ഈ ഓവ്യൂളുകളാണ് പിന്നീട് സീഡായിട്ട് മാറുന്നത്. ഓവ്യൂളുകളാണ് സീഡായിട്ട് മാറുന്നത്. പറഞ്ഞ് ശ്രദ്ധിച്ചോണം. നമ്മൾ കാണുന്ന ഓരോ സീഡുകളും പണ്ട് ആരായിരുന്നു? ഓവ്യൂളുകളാണ്. ഓവ്യൂളുകൾ വളർന്ന് ഓരോ ഓവ്യൂളും ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു സീഡായിട്ട് മാറുന്നത്. ഓക്കെ, നമ്മൾ കാണുന്ന എല്ലാ സീഡുകളും പണ്ട് ഓവ്യൂളായിട്ടിരുന്ന ആളാണ്. നമ്മളൊരു മാങ്ങ എടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് ഒരു സീഡേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ മാങ്ങയുടെ ഗൈനീഷ്യത്തിലെ ഓവറിക്കകത്ത് ഒരു ഓവ്യൂളേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പം മാംഗോയുടെ കേസിൽ ഗൈനീഷ്യത്തിൽ ഒറ്റ ഓവ്യൂളേ ഉള്ളൂ, സിംഗിൾ ഓവ്യൂള് ആണ് കാണുന്നത്. അതേസമയം നമ്മളൊരു പേരയ്ക്ക മുന്തിരി എടുത്ത് മുറിച്ചാൽ, ഗ്രേപ്സ് എടുത്ത് മുറിച്ചാൽ നോർമലി ഒരു സീഡാണ് കാണുന്നത്. ചില കേസുകളിൽ 2-3 സീഡുകളൊക്കെ കാണാം. ഓക്കെ, അതേസമയം ഒരു പേരയ്ക്ക നമ്മളെടുത്ത് മുറിക്കുവാണ്. അങ്ങനെ മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേരയ്ക്കയുടെ ഒരു സീഡല്ല, ഒത്തിരി സീഡുകൾ, ന്യൂമറസ് സീഡ്സ് കാണും. ദാറ്റ് മീൻസ് അതിൻ്റെ അകത്ത് ആ ഓവറിയിൽ നമ്മൾ കഴിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടുകളെല്ലാം ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഒവ്യൂൾ എന്തായിട്ട് മാറും? ഈ ഓവറിക്കകത്തിരിക്കുന്ന സീഡായിട്ട് മാറും. അപ്പൊ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവറി ബിക്കം ഫ്രൂട്ട് ആൻഡ് ഒവ്യൂൾ ബിക്കം സീഡ്. ഓക്കെ, ഞാൻ പറഞ്ഞു ചില കേസുകളിൽ മോർ ദാൻ വൺ ഒവ്യൂള് കാണും ഓവറിക്കകത്ത്, ചില കേസുകളിൽ ഒരെണ്ണേ കാണത്തുള്ളൂ. ഇനി ഈ ഒവ്യൂളുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ പാർട്ടിന് ഒരു പേര് പറയാറുണ്ട്. ഒവ്യൂള് അറ്റാച്ച് ചെയ്യുന്ന ഈ സെന്ററിൽ കാണുന്ന ഈ പാർട്ടുണ്ടല്ലോ, ഇതിന്റെ സർഫസിലാണ് ഇവര് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒവ്യൂൾ ഇരിക്കുന്ന ഈ പാർട്ടിന് വിളിക്കുന്ന പേര് പറയാവോ? ഒവ്യൂളുകൾ അറ്റാച്ച് ചെയ്യുന്ന പാർട്ടിന് പറഞ്ഞ പേര് എന്താന്ന് പറയാവോ ഒരാൾക്ക്? That is called, start with the P, come on. Placenta. That is called placenta. Okay, good. Placenta എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒവ്യൂൾ ഇരിക്കുന്ന സംഭവമാണ് പ്ലാസന്റ. ഒവ്യൂൾ ആണ് പ്ലാസന്റ. ഒവ്യൂൾ ഇരിക്കുന്നത് പ്ലാസന്റയുടെ സർഫസിലാണ്. ഇനി പ്ലാസന്റ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പ്ലാന്റിന്റെ പ്ലാസന്റ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്ലാസന്റ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളൊരു പടവലങ്ങ എടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ, സ്നേക്ക് ഗോഡ് എന്ന് പറയുന്ന പടവലങ്ങ അതെടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ നടുക്ക് ഇങ്ങനെ പഞ്ഞി പോലൊരു പോർഷൻ കാണും, വൈറ്റ് കളറിൽ. എന്നിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് സീഡുകൾ ഇരിക്കുന്നത് കാണാം, അവിടെ എവിടെയൊക്കെ സീഡ് ഇരിക്കുന്നത് കാണാം. ഈ പഞ്ഞി പോലുള്ള പോർഷൻ പ്ലാസന്റയാണ്. ഈ പ്ലാസന്റയിലാണ് സീഡ് ഇരിക്കുന്നത്. ഈ സീഡ് ആരായിരുന്നു? പണ്ട് ഒവ്യൂൾ ആയിരുന്നു. അപ്പൊ ഈ സീഡ് പറ്റിപ്പിച്ചിരിക്കുന്ന പോർഷൻ എന്താണ്? പ്ലാസന്റ. ഈ പാവയ്ക്ക ഉണ്ടല്ലോ, അവിടെ എന്താ പറയുന്നത്? കൈപ്പയ്ക്കന്നോ ബിറ്റർ ഗോഡ് എന്ന് പറഞ്ഞ സംഭവം, പാവയ്ക്ക. അത് മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെൻട്രലായിട്ട് സീഡ് പറ്റിപ്പിടിച്ച് ഇരിക്കുന്ന ഒരു വൈറ്റ് പോർഷൻ ആണ്, അത് അവിടുത്തെ പ്ലാസന്റയാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? നമ്മള് നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ, ലെമൺ എടുത്ത് നമ്മൾ പെട്ടെന്ന് കാണുന്ന ആണ്, അതുകൊണ്ട് പറയാം, നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ നാരങ്ങയിൽ ലെമൺ മുറിച്ചു കഴിഞ്ഞാൽ ആ ലെമണിൽ സീഡ് ഇവിടെ ഇങ്ങനെ സീഡ് പറ്റി പിടിച്ചിരിക്കും. ഇവിടെ കാണുന്ന സീഡ്, ഈ നടുക്ക് കാണുന്ന പോർഷനാണ് പ്ലാസന്റ. ഇനി നമ്മളെന്താ വെജിറ്റബിൾസ് ഒക്കെ സലാഡ്സ് ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ കുക്കുംബർ ഒക്കെ മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ നടുക്കൊരു പോർഷൻ കാണും, ഇങ്ങനെ കുറെ പാർട്ടുകൾ കാണും ഇങ്ങനെ കുക്കുംബറൊക്കെ.
ചെറിയ കുക്കുംബർ നമ്മൾ വെജിറ്റബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സാലഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ അതൊക്കെ ഇതിൻ്റെ അകത്ത് നടുക്ക് ഇങ്ങനെ ഒരു പോർഷൻ കാണുന്നത് ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ച് സീഡുകൾ ഇരിക്കുന്നതാണ്. അപ്പം ഇത് സീഡാണ്, ഇതെന്താണ് പ്ലാസന്റയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ അതിന് 3 പാർട്ടുകളാണ് ഉള്ളത്: സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓവറിക്കകത്തുള്ള ക്യാവിറ്റിയാണ് ലോക്യൂൾ. ഓവറിയിൽ പ്ലാസന്റ കാണും. പ്ലാസന്റയുടെ സർഫസിലാണ് ഒവ്യൂൾസ് ഇരിക്കുന്നത്. ഒവ്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ പ്ലാസന്റ. ഓക്കെ, ചില കേസുകളിൽ സിംഗിൾ ഓവ്യൂൾ ആയിരിക്കാം, ചില കേസുകളിൽ മോർ ദാൻ 1 ഓവ്യൂൾ ആയിരിക്കും. ഇനി ഞാൻ ഈ ഒവ്യൂൾ, ഈ കാണുന്ന ഈ ഗ്രീൻ ഈ പാർട്ട് ഞാനൊന്ന് എൻലാർജ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഒവ്യൂള് ഞാൻ വലുതാക്കി വരയ്ക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് റബ്ബ് ചെയ്തോട്ടെ. ഒരു ഒവ്യൂള് ഞാനൊന്ന് വലുതാക്കി വരയ്ക്കാൻ പോകണം. ശ്രദ്ധിച്ചോണം. ഇവിടെ തന്നെ വരയ്ക്കുക, അല്ലെങ്കിൽ അടുത്ത പേജിലേക്ക് വരെ കണ്ടിന്യൂറ്റി കിട്ടും. ഈ ഒരു ഗ്രീൻ അല്ലേ, ഈ ഒരു ഒവ്യൂള് നമ്മളൊരു മൈക്രോസ്കോപ്പിൽ വെച്ച് കാണാൻ ശ്രമിക്കുകയാണ്. നമ്മളിപ്പോ നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന സ്ട്രക്ചറാണ്. പക്ഷെ മൈക്രോസ്കോപ്പിൽ കൂടി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു അൾട്രാ സ്ട്രക്ചർ നമ്മൾ ഈ ഒവ്യൂളിന്റെ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ ഈ കാണുന്ന ഒരു സ്പെസിഫിക് സ്ട്രക്ചറിൽ വ്യത്യസ്തമാണ്. കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആ ഡീറ്റെയിലിംഗ് ഞാൻ വരയ്ക്കുവാണ്. ഒരു ഒവ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒവ്യൂളിന്റെ സെന്ററിലായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ കാണും. ഒരു ഡിപ്ലോയിഡ് പാർട്ടാണ്. ഒവ്യൂളിന്റെ നടുക്ക് കാണുന്ന ആ പാർട്ടിന് പറഞ്ഞ പേരാണ് ന്യൂസെല്ലസ് എന്നാണ് പറയുന്നത്. പേര് ന്യൂസെല്ലസ്. ഓക്കെ, ഈ ന്യൂസെല്ലസിനെ കവർ ചെയ്തുകൊണ്ട് 2 പാർട്ടുകൾ കാണാം. ഇതൊരു കവറിംഗ് ആണ് ഇപ്പൊ ഞാൻ വരച്ചത്. ഇപ്പൊ രണ്ടാമത്തെ കവറിംഗ് ഞാൻ വരയ്ക്കുവാണ്. 2 കവറിംഗ് വെച്ച് കവറിംഗിനെ ഒന്ന് താഴേക്ക് വന്ന് പ്ലാസന്റയിൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. ഇത് പ്ലാസന്റയാണ്. ഈ കാണുന്ന മൊത്തം പോർഷനുമാണ് ഓവ്യൂൾ. ഓക്കെ, ഓവ്യൂൾ അറ്റാച്ച്ഡ് ഓൺ പ്ലാസന്റ. കണ്ടല്ലോ, ശ്രദ്ധിച്ചോണേ. ഈ ന്യൂസെല്ലസിലെ ഒരു സെല്ല് വളർന്നു വലുതായിട്ട് അത് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. ഈ കാണുന്ന ഈ സെല്ലാണ് മെഗാസ്പോർ മദർ സെൽ. നമ്മൾ ഷോർട്ടായിട്ട് MMC എന്ന് പറയും, മെഗാസ്പോർ മദർ സെൽ. ഈ മെഗാസ്പോർ മദർ സെല്ലിന് മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ആ ന്യൂസെല്ലസിലെ എല്ലാ സെല്ലുകളും ഒരുപോലെയാണ്. ന്യൂസെല്ലസിലെ എല്ലാ സെല്ലുകളും തുടക്കത്തിൽ ഒരേ വലിപ്പവും ഒരേ ഷേപ്പും ഒരേ അപ്പിയറൻസും ഉള്ളതാണ്. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ന്യൂസെല്ലസിലെ ഒരു സെല്ല് എൻലാർജ് ചെയ്യും, വലുതാവും. ഒരു സെല്ല് എൻലാർജ് ചെയ്തിട്ട് അതിലെ ന്യൂക്ലിയസ് ഒക്കെ വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കും. ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ന്യൂസെല്ലർ സെൽ ദാറ്റ് ക്യാൻ ബി കോൾഡ് മെഗാസ്പോർ മദർ സെൽ ഓർ MMC. ഞാൻ കുറച്ചും കൂടെ അങ്ങ് പറയുകയാണ്. ഇതൊക്കെ നമ്മൾ സെക്കൻഡ് ഇയറിൽ വിശദമായിട്ട് പഠിക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ ഒരു പാർട്ടിന് പറഞ്ഞ പേരാണ് ചലാസ എന്നാ പറഞ്ഞത്. CHALAZ, ചലാസ. ഇവിടെ ഒരു ഓപ്പണിംഗ് കണ്ടോ? ഇതിന്റെ പേരാണ് മൈക്രോപൈൽ. ഓക്കെ, അപ്പൊ ഒരു ഒവ്യൂളില് ഒരു മൈക്രോപൈൽ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന പോർഷനാണ് ചലാസ. ഇനി അതിന്റെ സെൻട്രൽ കാണുന്ന ഡിപ്ലോയിഡ് ടിഷ്യൂ ആണ് ന്യൂസെല്ലസ്. ന്യൂസെല്ലാർ സെൽസ് ഡിപ്ലോയിഡ് സെല്ലുകളാണ്. എല്ലാ സെല്ലുകളും ഐഡന്റിക്കൽ സെല്ലുകളാണ്. പക്ഷേ പിന്നീട് മൈക്രോപൈലിനടുത്ത് ഒരു ന്യൂസെല്ലാർ സെൽസ് that become more distinguishable due to its large size, dense cytoplasm and prominent nucleus. Okay, that cell can be called megaspore mother cell. Megaspore mother cell is produced at a micropylar end of ovule. ഞാൻ അടുത്ത ഷീറ്റിലേക്ക് വരികയാണ്. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിക്ചേഴ്സ് എല്ലാം വരയ്ക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഈ വർഷം ഈ പിക്ചറുകളെല്ലാം ഒന്നും വരച്ചൊന്നും പഠിക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. സെക്കൻഡ് ഉള്ളത് വിശദമായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. ഞാൻ ഓവിയോടൊന്ന് വരച്ചു, ഒരിക്കൽ കൂടി വരയ്ക്കുന്നു. Once more.
ഒന്നുകൂടെ വരും ലാസ്റ്റ്. നോക്കിയോ, നമ്മൾ ഈ കണ്ട ആളാണിത്. നമ്മൾ തൊട്ട് മുൻപേ കണ്ട ആ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്ന ആളാണിത്. ഞാനിവിടെ എഴുതിയേക്കെ ഇദ്ദേഹം മെഗാസ്പോർ മദർ സെല്ലാണ്. അതൊരു ഡിപ്ലോയിഡ് സെല്ലാണ്, 2N ആണ്. ഓക്കെ, ഇനി ഈ മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടക്കും. മിയോസിസ് ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിക്കുമല്ലേ സാറേ ഈ ഡിപ്ലോയിഡ് അല്ലായിരുന്നോ ഈ സ്ട്രക്ചർ, എങ്ങനെയാണ് ഹാപ്ലോയിഡ് ആയത്, എപ്പോഴായി എന്നൊക്കെ ചോദിക്കും. അതിനൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മെഗാസ്പോർ മദർ സെൽ എന്ത് ചെയ്യുന്നു, മിയോസിസ് നടത്തും. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ ഒരു സെല്ലിന് എത്ര സെല്ല് കിട്ടും, പുതിയ സെല്ല്? മിയോസിസ് നടന്നാൽ ഈ പാരന്റ് സെല്ലിൽ നിന്നും വെരി ഗുഡ് 4 സെൽസ് ആണ് പുതിയതായിട്ട് കിട്ടുന്നത്. ആ 4 സെല്ലുകൾ എന്തേ ഇങ്ങനെ വൺ എബോവ് അനദർ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഒന്നിന് മുകളിൽ മറ്റൊന്നായിട്ട് അറേഞ്ച് ചെയ്യും. ഈ ഉണ്ടായ 4 സെല്ലുകളെ നമുക്ക് മെഗാസ്പോറുകൾ എന്ന് വിളിക്കാം. മെഗാസ്പോറാണ്. ഇപ്പൊ എത്ര മെഗാസ്പോർ ഉണ്ട് ഇവിടെ? 4 മെഗാസ്പോറുകളുണ്ട്. ഈ 4 മെഗാസ്പോറുകളിൽ മൈക്രോപൈലിനടുത്തുള്ള 3 മെഗാസ്പോറുകൾ അങ്ങ് നശിച്ചു പോകും. ബാക്കി ഒരെണ്ണം മാത്രം ഇവിടെ നിലനിൽക്കും. ഓക്കെ, so megaspore mother cell which is diploid undergo meiosis, thereby producing 4 megaspores which are haploid. Out of the 4 megaspores, 3 megaspores which are located at the micropellar region gradually degenerate and disappear, and the remaining one is there. Okay, ഇത് ഇനി ഇതിന്റെ സെന്ററിൽ അങ്ങ് സ്റ്റെബിലൈസ് ചെയ്യും. ഇവന്റെ പേരാണ് ഫങ്ഷണൽ മെഗാസ്പോർ. ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഫങ്ഷണൽ മെഗാസ്പോർ. ഇങ്ങനെ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർ ഉണ്ടാകുന്ന ഈ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് മെഗാസ്പോറോജെനിസിസ്. അതിൻ്റെ അകത്ത് തന്നെയുണ്ട് മെഗാസ്പോറോജെനിസിസ്. മെഗാസ്പോർ ജനിക്കുന്ന, ഡെവലപ്പ് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്. What is megasporogenesis? It is the process of development of haploid megaspore from diploid megaspore mother cell through meiosis. Process of development of haploid megaspore from diploid megaspore mother cell through meiosis is called megasporogenesis. Okay, ഒരു മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മെഗാസ്പോർ കിട്ടും? 4 എണ്ണം കിട്ടും. എങ്കിലും നെറ്റ് എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. കാരണം 4 എണ്ണം ഉണ്ടായെങ്കിലും അതിൽ 3 എണ്ണം ചത്തുപോയി. അപ്പൊ ഒരെണ്ണം മാത്രമേ നെറ്റ് റിസൾട്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണേ. ഈ പിക്ചറിൽ നിന്ന് ഇവിടുന്ന് മുന്നോട്ട് പോവാണ്. ഈ പിക്ചറിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പൊ മെഗാസ്പോർ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലായി. മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടത്തിയിട്ടാണ് മെഗാസ്പോർ ഉണ്ടായത്. അടുത്ത പിക്ചറിലേക്ക്. സ്കൂളിൽ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവണ്ട. പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. അല്ലാതെ ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതയില്ല ഒരു തരത്തിലും. ഞാൻ മുമ്പേ വരച്ച പോലെ ഒന്ന് പെട്ടെന്ന് വരച്ചു പോവാണേ. ഓവ്യൂൾസ് ഇപ്പൊ മുമ്പേ വരച്ച ഓവ്യൂൾ തന്നെയാണ് വരയ്ക്കുന്നത്. കണ്ടിന്യൂ ചെയ്യുന്നു. ശ്രദ്ധിച്ചോണം, ലിങ്ക് കിട്ടുന്നില്ല എങ്കിൽ എന്നെ അറിയിക്കണം. തൊട്ട് ബാക്കിലെ പിക്ചർ ഞാൻ കാണിക്കുകയാണ്. ഇതാ ഇവിടെ ഒരു മെഗാസ്പോർ ഉണ്ട്. അതേ പിക്ചറിൽ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് ആ മെഗാസ്പോർ. ദാറ്റ് മീൻസ് ദാറ്റ് ദ ഫങ്ഷണൽ മെഗാസ്പോർ. ഓക്കെ, ഇത് ഫങ്ഷണൽ മെഗാസ്പോർ ആണ്. ഞാൻ നോട്ട് ചെയ്തേക്കേത് ദിസ് ഈസ് MMC which is haploid. ഈ MMC എവിടെ ഇരിക്കുന്നത്? എന്തിലാണ്? ന്യൂസെല്ലസിലായിരിക്കും. ഇതിന് ചുറ്റും കാണുന്ന ഈ സംഭവത്തിന്റെ പേരാണ് ന്യൂസെല്ലസ്. നോക്കണേ, ഇനി മെഗാസ്പോർ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടല്ലോ. ഇത് മെഗാസ്പോർ മദർ സെൽ അല്ല, മെഗാസ്പോർ.
മെഗാസ്പോർ മദർ സെൽ ഇതല്ലേ? മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ് ചെയ്ത് കിട്ടിയ സെല്ലാണ് മെഗാസ്പോർ. ഓക്കെ, ഈ മെഗാസ്പോർ ദാറ്റ് അണ്ടർഗോ എൻലാർജ്മെന്റ്, ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കി മനസ്സിലാക്കണം. മെഗാസ്പോർ വലുതായി, കണ്ടോ? മെഗാസ്പോർ വലുതായി, എൻലാർജ് ചെയ്തു, പഴയ സ്റ്റേജിൽ നിന്ന് വലുതായി. ഇതിന്റെ അകത്ത് കാണുന്ന ന്യൂക്ലിയസ് ഉണ്ടല്ലോ, മെഗാസ്പോറിലെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് ആദ്യം ഒന്ന് ഞാൻ കളർ അങ്ങ് ചേഞ്ച് കൊടുക്കാവേ. കളർ ചേഞ്ച് ബ്ലൂ കൊണ്ട് വരയ്ക്കും. ന്യൂക്ലിയസിന് ബ്ലൂ കളർ കൊടുക്കുക. ആ ന്യൂക്ലിയസ് ഒന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. മെഗാസ്പോർ മദർസിലെ ന്യൂക്ലിയസ് ഒന്ന് ഡിവൈഡ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇനി ഒത്തിരി പിക്ചർ വരയ്ക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒന്നും കൂടി വരയ്ക്കുവാണ്. ആദ്യം ഈ ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. കണ്ടോ, ഒരു ന്യൂക്ലിയസ് ആയിരുന്നു, അത് രണ്ടായി. അതിനുശേഷം ഈ രണ്ട് ന്യൂക്ലിയസ് ഒരിക്കൽ കൂടി ഡിവൈഡ് ചെയ്യും. ഇപ്പൊ എത്രയായി? ഇത് ഡിവൈഡ് ചെയ്യുന്നു, ഇത് രണ്ടെണ്ണം കിട്ടി, ഡിവൈഡ് ചെയ്യുന്നു, മൊത്തം എത്രയായി? 4 എണ്ണമായിട്ട് മാറി. ഓക്കെ, ഈ 4 എണ്ണം ഒരിക്കൽ കൂടി ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഇത് ഒരിക്കൽ കൂടി ഡിവൈഡ് ചെയ്യുന്നു, 1 2, ഇത് ഡിവൈഡ് ചെയ്യുന്നു 1 2, ഇത് ഡിവൈഡ് ചെയ്യുന്നു 1 2, ഓൾസോ അണ്ടർഗോ ഡിവിഷൻ. സോ ടോട്ടൽ 8 എണ്ണം കിട്ടും. ഓക്കെ, അപ്പം മെഗാസ്പോർ മദർ സെല്ലിലെ ന്യൂക്ലിയസ്, ഫങ്ഷണൽ മെഗാസ്പോറിന്റെ ന്യൂക്ലിയസ് 3 തവണ ഡിവൈഡ് ചെയ്യുന്നു, 3 മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തുന്നു. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഡിവിഷനിൽ 2 ആവുന്നു, സെക്കൻഡ് ഡിവിഷനിൽ 4 ആവുന്നു, തേർഡ് ഡിവിഷനിൽ 8 ആവുന്നു. ഓക്കെ, ആ 8 ന്യൂക്ലിയസിൽ ഞാൻ പറയുന്നു, ഒന്നും കൂടെ പറയുന്നു, 8 ന്യൂക്ലിയസ് ഇതാ 3, 4 എണ്ണം ഇവിടെയും 4 എണ്ണം ഇവിടെയും. അതായത് 4 എണ്ണം ചലാസയുടെ അടുത്തും 4 എണ്ണം മൈക്രോപൈലിന്റെ അടുത്തുമാണ് നിൽക്കുന്നത്. ആ സമയത്ത് മെഗാസ്പോർ പിന്നെയും വലുതാവുന്നു, എൻലാർജ് ചെയ്യുന്നു. മെഗാസ്പോർ മാക്സിമം അത് നിൽക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞു ചലാസൽ റീജിയനിൽ 4 ന്യൂക്ലിയസ് ഉണ്ട്. ഇവിടെ 4 ന്യൂക്ലിയസ് ഉണ്ട്. മൈക്രോപൈലാർ റീജിയനിൽ 4 ന്യൂക്ലിയസ് ഉണ്ട്. ഈ 4 ന്യൂക്ലിയസിൽ നിന്ന് ഒരു ന്യൂക്ലിയസ്, ഇവിടെ 4 എണ്ണം ഉണ്ടായിരുന്നതിൽ 3 എണ്ണം ഇവിടെ തന്നെ നിലനിൽക്കുന്നു. ഒരു ന്യൂക്ലിയസ് സെന്ററിലേക്ക് പോരുന്നു. താഴെയും 4 ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, അതിൽ 3 എണ്ണം ഇവിടെ തന്നെ നിലനിൽക്കുന്നു, ഒരെണ്ണം സെന്ററിലേക്ക് പോകുന്നു. മനസ്സിലായോ? ഫങ്ഷണൽ മെഗാസ്പോറിലെ ഒരു ന്യൂക്ലിയസ് ആയിരുന്നു. ആ ന്യൂക്ലിയസ് ആദ്യം ഒന്ന് രണ്ടായി, ആ 2 ന്യൂക്ലിയസ് ഒരിക്കൽ കൂടി ഡിവൈഡ് ചെയ്തു, സോ 4ആയി. ആ 4 ന്യൂക്ലിയസ് ഒരിക്കൽ കൂടി ഡിവൈഡ് ചെയ്ത് ടോട്ടൽ 8 ആയിട്ട് മാറി. 8 ന്യൂക്ലിയസിൽ 4 എണ്ണം മൈക്രോപൈലാർ റീജിയനിലും 4 എണ്ണം ചലാസൽ റീജിയനിലുമായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. ഇനി 2 ഗ്രൂപ്പിൽ നിന്നും ഓരോ ന്യൂക്ലിയസ് സെന്ററിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിനു ചുറ്റും സെൽ വോളുകൾ ഉണ്ടാവും. സെന്ററിലേക്ക് വന്ന് പ്രോസസ് എല്ലാം കഴിയുമ്പോൾ ഇതിനു ചുറ്റും സെൽ വോളുകൾ ഉണ്ടാവും. ഞാൻ സെൽ വോളുകൾ ഒന്ന് വരച്ച് കാണിക്കുവാണേ. ഇതിനു ചുറ്റും സെൽ വോൾ ഉണ്ടായി, ഇതിനു ചുറ്റും സെൽ വോൾ ഉണ്ടായി, ഇതിനു ചുറ്റും സെൽ വോൾ ഉണ്ടായി. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇതിനു ചുറ്റും സെൽ വോൾ ഉണ്ടായി, ഇവിടെ ഉണ്ടായി, ഇവിടെ ഉണ്ടായി. പക്ഷെ നടുക്ക് കാണുന്ന ഇതിന് കോമൺ ആയിട്ട് ഒരു സെൽ വോളെ കാണത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സ്ട്രക്ചർ അത് ഞാൻ വെളിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. ഇതാണ് നമ്മളിപ്പോ കാണുന്ന സ്ട്രക്ചർ. ഓവ്യൂളിനകത്ത് ഇപ്പൊ പുതിയതായിട്ടുണ്ടായ സ്ട്രക്ചർ. അതിലെ ന്യൂക്ലിയസും കൂടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. 1 2 3 ഇവിടെ, 1 2 3 ഇവിടെ വരുന്നു. ന്യൂക്ലിയസുകൾ പറയുവാണേ. ന്യൂക്ലിയസ്, ഒരു ന്യൂക്ലിയസ്, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 ന്യൂക്ലിയസ്, ഇവിടെ ഒരെണ്ണം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ട്രക്ചറിന് പറഞ്ഞവരാണ് എംബ്രിയോ സാക്ക് എന്നാ പറയുന്നത്. എംബ്രിയോ സാക്ക്, അല്ലെങ്കിൽ വേറൊരു പേര് പറയാം, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. എന്താണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്? ഈ മെഗാസ്പോർ ആണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞ ഈ സ്ട്രക്ചറിന്റെ അകത്ത് കാണുന്ന സെല്ലുകൾക്ക് പ്രത്യേക പേരുകളാണ് പറയുന്നത്. ആ പേരുകൾ ഓരോന്നും നമ്മൾ പഠിക്കേണ്ടതാണ്. പേരുകൾ ഞാൻ പറയാം. ഈ 3 ന്യൂക്ലിയസിനെയും കൂടെ ഞാൻ ഇവിടെ ഒന്നും കൂടി വരയ്ക്കട്ടെ, അതായിരിക്കും നല്ലത്. വലുതായിട്ടൊന്ന് വരയ്ക്കും. ഓക്കെ,
ഈ കാണുന്നത് അതിൻ്റെ അകത്ത് എംബ്രിയോ സാക്കാണ് ഈ കാണുന്നത്. വരയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. മൂസൽസ് വരച്ചു. ഓക്കെ, ന്യൂക്ലിയസ് കൊണ്ട് മാർക്ക് ചെയ്തോട്ടെ. ഈ പാർട്ടിന്റെ പേരെന്തായിരുന്നു? ഈ പാർട്ട് ഇത് ചലാസ, ഈ പാർട്ട് മൈക്രോഫൈൽ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഈ ചലാസൽ റീജിയനിൽ കാണുന്ന 3 സെല്ലുകളെയും ചേർത്ത് എന്ത് പേര് കൊടുക്കാം? ചലാസൽ റീജിയനിലെ 3 സെല്ലുകളെയും ചേർത്ത് കൊടുക്കുന്ന പേരെന്തായിരുന്നു? 3 cells located at the chalaza region are together called, പറഞ്ഞേ ഇല്ല, പഠിപ്പിച്ചില്ല. called antipodals. ആന്റിപോൾസും 3 സെല്ലുകളാണ്. ഇനി മൈക്രോപൈലിൽ കാണുന്ന ഈ സെല്ലിന് പറഞ്ഞ പേരാണ് എഗ് എന്നാ പറയുന്നത്. പിന്നെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണുന്ന ഈ 2 സെല്ലുകളെ സൈനർജിഡ്സ് എന്ന് പറയും. ഓക്കെ, അപ്പം ഒരു എഗ്ഗും 2 സൈനർജിഡ്സും, മൊത്തം എത്ര സെല്ലുകളാണ്? 3 സെല്ലുകളുണ്ട്. എഗ് ആൻഡ് സൈനർജിഡ്സ് ആർ ടുഗദർ കോൾഡ് എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസ്. ഓക്കെ, നടുക്ക് കാണുന്ന സെല്ലിന്റെ പേരാണ് സെൻട്രൽ സെൽ. ഈ സെൻട്രൽ സെല്ലിൽ 2 ന്യൂക്ലിയസുകൾ കാണുന്നുണ്ട്. ഈ ന്യൂക്ലിയസുകൾക്ക് മാത്രം, ബാക്കി ന്യൂക്ലിയസ് ഒന്നും പേര് പറയുന്നില്ല, ഇതിനൊന്നും പേര് പറഞ്ഞില്ല. പക്ഷെ സെൻട്രൽ സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ആ ന്യൂക്ലിയസുകളെ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയൈ എന്നാണ് വിളിക്കുന്ന പേര്, പോളാർ ന്യൂക്ലിയൈ. ഓക്കെ, ഒരെണ്ണം ഇതൊരു പോളാർ ന്യൂക്ലിയസ് ആണ്, ഇത് അടുത്ത പോളാർ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് നമ്മുടെ സിംഗുലർ ആണ്, പ്ലൂറൽ രണ്ടെണ്ണത്തിനോട് ചേർത്ത് വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയൈ. ഇവരെല്ലാവരും ഹാപ്ലോയിഡ് ആണ്. ആന്റിപോൾസ് ഹാപ്ലോയിഡ് ആണ്, സെൻട്രൽ സെൽ ഹാപ്ലോയിഡ് ആണ്, എഗ് ഹാപ്ലോയിഡ് ആണ്, സൈനർജിഡ്സ് ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ ആന്തർ പൊട്ടിയിട്ട് പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയുടെ സർഫസിലേക്ക് വന്നു വീഴുന്നു. ഈ ആന്തർ പൊട്ടിയിട്ട് പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയുടെ സർഫസിലോട്ട് വന്നു വീഴുന്നു. കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഞാൻ സംശയങ്ങളോ കണ്ടിന്യൂറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ആന്തർ പൊട്ടുന്നു, പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയുടെ സർഫസിലേക്ക് വന്നു വീഴുന്നു. ഓക്കെ, അങ്ങനെ സ്റ്റിഗ്മാറ്റിക് സർഫസിലേക്ക് പോളൻ ഗ്രെയിൻസ് വന്ന് വീണാൽ, വളരെ ചെറുതായിട്ട് ഞാൻ വരയ്ക്കാം, വലുതാക്കി വരച്ച് കാണിക്കേണ്ട പിക്ചറാണ്. പറ്റിയൊരു കളേഴ്സ് ഒന്നും ആക്റ്റീവ് ആകുന്നില്ല. ഓക്കെ, സ്റ്റിഗ്മയുടെ സർഫസിലേക്ക് പോളൻ ഗ്രെയിൻ പറ്റി. ഇവിടെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നെടുത്ത് വരയ്ക്കാം. അപ്പൊ സ്റ്റിഗ്മയുടെ സർഫസിൽ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുന്നു. ഈ പോളൻ ഗ്രെയിൻ ഒരു ട്യൂബില്, ഇതിനകത്ത് വേറൊരു കമ്പോണന്റ് ഉണ്ടല്ലോ, എന്തായിരുന്നു? ഇതിനകത്ത് ഓവ്യൂൾ ഇരിപ്പുണ്ട് അല്ലെ? ഓവ്യൂളിനകത്ത് എഗ്ഗും ഒക്കെ റെഡി ആയിട്ടിരിക്കുക. ഈ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയുടെ സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഇതൊരു ട്യൂബിലേക്ക് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യും. പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വീണ് കഴിഞ്ഞാൽ ഒരു ട്യൂബിലേക്ക് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ട്യൂബിലേക്ക് സ്ട്രക്ചർ സ്റ്റിഗ്മയും സ്റ്റൈലും പെനിട്രേറ്റ് ചെയ്ത് താഴേക്ക് ഇങ്ങനെ വരും. വന്ന് ഇവിടെ എത്തി
ഈ മൈക്രോപൈൽ വഴി അകത്തേക്ക് കയറും. ഏറ്റവും താഴെ കാണുന്ന മൈക്രോപൈൽ എന്ന് പറഞ്ഞ റീജിയനിൽ കൂടി ഈ പോളൻ ട്യൂബ്, ഈ ട്യൂബിന്റെ പേരാണ് പോളൻ ട്യൂബ് എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂബിലേക്ക് സ്ട്രക്ചറാണ്. ആ പോളൻ ട്യൂബ് സ്റ്റിഗ്മയും സ്റ്റൈലും പെനിട്രേറ്റ് ചെയ്ത് എവിടേക്ക് എത്തുന്നു? ഈ പറഞ്ഞ ഓവ്യൂളിലേക്ക് വന്ന് എത്തിച്ചേരുന്നു. ഓക്കെ, ഇങ്ങനെ ഈ ഇങ്ങനെ ഈ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ട്യൂബിനകത്ത് രണ്ട് മെയിൽ ഗാമീറ്റുകൾ കാണും. മെയിൽ ഗാമീറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നതൊന്നും ഇപ്പം പഠിക്കേണ്ട. രണ്ട് മെയിൽ ഗാമീറ്റുകൾ കാണും. ഇതിന്റെ ടിപ്പിൽ രണ്ട് മെയിൽ ഗാമീറ്റ്സ് കാണും. ഞാൻ ഈ പിക്ചറിലേക്ക് വരികയാണ്. നമ്മൾ വരച്ച പിക്ചറിലേക്ക് പോളൻ ട്യൂബ് ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ്. പോളൻ ട്യൂബ് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. പോളൻ ട്യൂബിന്റെ ടിപ്പിൽ എന്തുണ്ടായിരിക്കും? രണ്ട് മെയിൽ ഗാമീറ്റുകൾ കാണും. ഇതൊരു മെയിൽ ഗാമേറ്റ് ആണ്, ഇത് അടുത്ത മെയിൽ ഗാമേറ്റ് ആണ്. ഇനി പോളൻ ട്യൂബ് ഈ രണ്ട് സൈഡിലും കാണുന്ന ഈ സിനർജിസ് എന്ന് പറഞ്ഞ രണ്ട് കമ്പോണൻസ് അല്ലേ, എഗ്ഗിന്റെ രണ്ട് സൈഡിൽ കാണുന്ന സിനർജിസ്, ആ രണ്ട് സിനർജിസിൽ ഒരു സിനർജിസിനെ പൊട്ടിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് പോളൻ ട്യൂബ് അകത്തേക്ക് കയറും. പോളൻ ട്യൂബ് ഇതിനകത്തേക്ക് കയറുകയാണ്. ഓക്കെ, പോളൻ ട്യൂബ് എൻ്റർ ഇൻടു എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. എങ്ങനെയാണ്? ബൈ ക്രഷിംഗ് വൺ ഓഫ് ദ ടു സിനർജിസ്. രണ്ട് സിനർജിസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പൊട്ടിച്ചുകൊണ്ട് ഈ പോളൻ ട്യൂബ് ഉള്ളിലേക്ക് കയറുന്നു. ഈ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ റബ് ചെയ്ത് വരയ്ക്കാവേ. അങ്ങനെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പോളൻ ട്യൂബ് ഉള്ളിലേക്ക് കയറിയതായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, പോളൻ ട്യൂബ് അകത്തേക്ക് എൻ്റർ ചെയ്തു. ഇതും കൂടി ഞാൻ അങ്ങ് റബ് ചെയ്യണേ. അതായത് ഈ സിനർജിസിനെ എടുത്ത് ഞാൻ കളഞ്ഞു. ഇനി പോളൻ ട്യൂബിന്റെ ടിപ്പ് ബ്രേക്ക് ചെയ്യും. ഇതിന്റെ ഈ ടിപ്പ് പോർഷൻ ഒന്ന് പൊട്ടും. ടിപ്പ് പോർഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മെയിൽ ഗാമേറ്റുകൾ എംബ്രിയോ സാക്കിനുള്ളിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ടിപ്പ് ഓഫ് ദ പോളൻ ട്യൂബ് ഓപ്പൺ അപ്പ് ആൻഡ് റിലീസ് ടു മെയിൽ ഗാമേറ്റ് ഇൻടു എംബ്രിയോ സാക്ക്. ഈ റിലീസ് ചെയ്യുന്ന രണ്ട് മെയിൽ ഗാമേറ്റിൽ ഒരു മെയിൽ ഗാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ, രണ്ട് മെയിൽ ഗാമേറ്റിനെയാണ് റിലീസ് ചെയ്യുന്നത്. മെയിൽ ഗാമേറ്റ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീണു. എന്നിട്ട് പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്തു. ജെർമിനേറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്നൊരു ട്യൂബ് ഉണ്ടായി. ട്യൂബിന്റെ പേരാണ് പോളൻ ട്യൂബ്. ആ പോളൻ ട്യൂബിലേക്ക് പോളൻ ഗ്രെയിനിലെ സെല്ല് എൻ്റർ ചെയ്തിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് രണ്ട് മെയിൽ ഗാമേറ്റുകളായിട്ട് മാറിയത്. ആ രണ്ട് മെയിൽ ഗാമേറ്റുകളുള്ള പോളൻ ട്യൂബ് സ്റ്റിഗ്മയും സ്റ്റൈലും പെനിട്രേറ്റ് ചെയ്ത് ഓവറിക്കുള്ളിലെത്തി ഓവറിക്കകത്തിരിക്കുന്ന ഓവ്യൂളിന്റെ ആ മൈക്രോപൈലിന്റെ ആ ടിപ്പ് പോർഷൻ വരെ എത്തി. അതിനുശേഷം ഏതെങ്കിലും അപ്പുറം ഇപ്പുറം നിൽക്കുന്ന രണ്ട് സിനർജിസിൽ ഏതെങ്കിലും ഒരു സിനർജിസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോളൻ ട്യൂബ് ഉള്ളിലേക്ക് കയറുന്നു. ഉള്ളിലേക്ക് കയറുന്ന പോളൻ ട്യൂബ് അതിന്റെ ടിപ്പ് പോർഷൻ ബേസ്റ്റ് ചെയ്യുന്നു. ബേസ്റ്റ് ചെയ്തിട്ട് രണ്ട് മെയിൽ ഗാമറ്റുകളെയും ഈ പറയുന്ന എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്ക് റിലീസ് ചെയ്യും. ഇങ്ങനെ മെയിൽ ഗാമറ്റുകളെ എംബ്രിയോ സാക്കിനെ ഉള്ളിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൽ ഗാമേറ്റിൽ ഒരു മെയിൽ ഗാമേറ്റ്, ഇതിൽ ഒരു മെയിൽ ഇത് ഒരു മെയിൽ ഗാമേറ്റ്, ഈ ഒരു മെയിൽ ഗാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. രണ്ട് മെയിൽ ഗാമേറ്റിൽ ഒരെണ്ണം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഞാൻ എഴുതാം, മെയിൽ ഗാമേറ്റ് ഫ്യൂസ് വിത്ത് എഗ്. ഈ മെയിൽ ഗാമേറ്റും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറഞ്ഞ പേരെന്താന്ന് പറയാമോ? വൺ മെയിൽ ഗാമേറ്റ് ഫ്യൂസ് വിത്ത് എഗ്. ദാറ്റ് പ്രോസസ് ഇത് രണ്ട് വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ നമുക്ക് സിംഗമി എന്നൊരു വാക്ക് പറയാം. SYNGAMY, സിംഗമി എന്ന് പറയാം. അല്ലെങ്കിൽ പറയാം ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഈ സിംഗമി എന്ന് പറയുന്ന ഈ പ്രോസസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സ്ട്രാസ്ബർഗർ. STRASBURGER. സ്ട്രാസ്ബർഗർ എന്ന സയന്റിസ്റ്റ് ആണ് സിംഗമി കണ്ടെത്തിയ ആള്. കേട്ടോ, എൻട്രൻസിന് ചോദിക്കാം. സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ റിപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. അപ്പൊ എഗ്ഗുമായിട്ട് ഒരു മെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഫ്യൂഷൻ ക്യാൻ ബി കോൾഡ് സിംഗമി ഓർ ഫെർട്ടിലൈസേഷൻ. ആൻഡ് ദ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ക്യാൻ ബി കോൾഡ്, ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ പേര് എന്തായിരുന്നു? ദാറ്റ് ഈസ് കോൾഡ് സൈഗോട്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ മെയിൽ ഗാമേറ്റ് എങ്ങനെ, ഹാപ്ലോയിഡ് ആണോ അതോ ഡിപ്ലോയിഡ് ആണോ? മെയിൽ ഗാമേറ്റ് ഹാപ്ലോയിഡ് ആണ്. എഗ് ഹാപ്ലോയിഡ് ആണ്. രണ്ടുകൂടെ ഫ്യൂസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയ സൈഗോട്ട് ആവുകൊണ്ട് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പം വൺ ഓഫ് ദ ടു മെയിൽ ഗാമേറ്റ് ദാറ്റ് ഈസ് ഹാപ്ലോയിഡ് ഫ്യൂസ് വിത്ത് ഹാപ്ലോയിഡ് എഗ് thereby producing diploid zygote through the process called syngamy or fertilization. So
അവിടെ ഒരു മെയിൽ ഗ്യാമറ്റ് ബാലൻസ് ഉണ്ട്, രണ്ടാമത്തെ മെയിൽ ഗ്യാമറ്റ്. ഇതാണ് രണ്ടാമത്തെ മെയിൽ ഗ്യാമറ്റ്. ഈ രണ്ടാമത്തെ മെയിൽ ഗ്യാമറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. ഈ രണ്ടാമത്തെ മെയിൽ ഗ്യാമറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചോണേ, എന്നിട്ട് നോക്കിയിരുന്നോണേ. ഈ രണ്ട് പോളാർ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഇവർ രണ്ടുപേരും, ഇതൊരു പോളാർ ന്യൂക്ലിയസ് ആണ്, ഇത് അടുത്ത പോളാർ ന്യൂക്ലിയസ്. ഇവിടെ വരച്ചാൽ പറ്റത്തില്ല. ഇതൊരു പോളാർ ന്യൂക്ലിയസ് ആണ്, ഇത് അടുത്ത പോളാർ. ഇതൊരു പോളാർ ന്യൂക്ലിയസ്, ഇത് അടുത്ത പോളാർ ന്യൂക്ലിയസ്. ഇത് ഹാപ്ലോയിഡ് ആണ്, ഇത് ഹാപ്ലോയിഡ് ആണ്. ഈ പോളാർ ന്യൂക്ലിയസ് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ ന്യൂക്ലിയസ് ആയിട്ട് മാറും. രണ്ട് പോളാർ ന്യൂക്ലിയസ് കൂടെ ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുമ്പം കിട്ടുന്ന പ്രൊഡക്റ്റിന് പറഞ്ഞ പേരാണ് സെക്കൻഡറി ന്യൂക്ലിയസ്. സെക്കൻഡറി ന്യൂക്ലിയസ്. പോളാർ ന്യൂക്ലിയസുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിന് പറഞ്ഞ പേരാണ് സെക്കൻഡറി ന്യൂക്ലിയസ്. അത് എപ്പോഴാണ് നടക്കുന്നത്? ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പോളാർ ന്യൂക്ലിയസുകൾ ഫ്യൂസ് ചെയ്ത് സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറും. സെക്കൻഡറി ന്യൂക്ലിയസിന്റെ പ്ലോയിഡി എത്രയായിരിക്കും? n+n, ദാറ്റ് ഈസ് 2n ആയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ്, ഒരു മെയിൽ ഗ്യാമേറ്റ് കൂടെ ഉണ്ട്, മെയിൽ ഗ്യാമേറ്റ്. അത് ഫ്യൂസ് ചെയ്യുന്നത് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ടാണ്. സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് സെക്കൻഡറി ന്യൂക്ലിയസുകളെ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് എന്ത് പേര് കൊടുക്കാം? സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് സെക്കൻഡറി ന്യൂക്ലിയസുകളെ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര് പഠിച്ചില്ല? ആ പ്രോസസ്സിന്റെ പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. TRIPLEFUSION. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ട പ്രോസസ്സിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയാനുള്ള കാരണം? കാരണം ഇവിടെ രണ്ട് പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തു. രണ്ട് പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തു. ഇത് പോളാർ ന്യൂക്ലിയസ് ആണ്, ഇത് പോളാർ ന്യൂക്ലിയസ്. അതിന്റെ കൂടെയാണ് മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്ര ഫ്യൂഷൻ നടക്കുന്നുണ്ട്? 1, 2, 3 ഫ്യൂഷൻ നടക്കുന്നുണ്ട്. പോളാർ ന്യൂക്ലിയകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്, രണ്ട് പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുമ്പോൾ അത് എത്രയായി? രണ്ട് ന്യൂക്ലിയസ് അതിലുണ്ട്. അതുകൂടാതെ കണ്ട് മൂന്നാമത് ഒരു മെയിൽ ഗ്യാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 3 ന്യൂക്ലിയസുകൾ അല്ലെങ്കിൽ 3 സെല്ലുകളാണ് ഫ്യൂസ് ചെയ്യുന്നത്. So the process is called triple fusion. And the product produced can be called, ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിനെ എന്ത് വിളിക്കാം? പറഞ്ഞിടൂ. ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ പേര്, മെയിൽ ഗ്യാമേറ്റ് സെക്കൻഡ് ന്യൂക്ലിയസ് കൊണ്ട് ഫ്യൂസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേര് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഷോർട്ട് ഫോം PEN. PEN stands for primary എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇതിന്റെ പ്ലോയിഡ് എത്രയാണെന്ന് പറയാവോ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എങ്ങനെയായിരിക്കും? മെയിൽ ഗ്യാമേറ്റ് ഹാപ്ലോയിഡ് ആണ്. സെക്കൻഡറി ന്യൂക്ലിയസ് മെയിൽ ഗ്യാമേറ്റ് ഹാപ്ലോയിഡ് ആണ്. സെക്കൻഡറി ന്യൂക്ലിയസ് എങ്ങനെയാണ്? ഡിപ്ലോയിഡ് അല്ലേ? ആണോ? സെക്കൻഡറി ന്യൂക്ലിയസ് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ്? കമോൺ, എങ്ങനെയാണ് സെക്കൻഡറി ന്യൂക്ലിയസ്? ഹാപ്ലോയിഡ് ആണ്, ഡിപ്ലോയിഡ് ആണ്? സംശയമുണ്ടോ? ഒന്ന് പറഞ്ഞിടൂ, ഉറപ്പിച്ചോട്ടെ മനസ്സിലായി എന്നുള്ള കാര്യം. ഡിപ്ലോയിഡ് ആണ്. അപ്പം n+2n, അതായത് ഹാപ്ലോയിഡ് ഗ്യാമേറ്റും ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസിനെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ പുതിയ സെൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പുതിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്നത്. അത് 3n ആയിരിക്കും. n+2n 3n. ഓക്കെ, അപ്പം ആൻജിയോസ്പേമിൽ രണ്ട് മെയിൽ ഗ്യാമേറ്റും രണ്ട് ഫ്യൂഷനും നടക്കുന്നുണ്ട്. ആൻജിയോസ്പേമിൽ മാത്രമാണ് നടക്കുന്നത് ഇങ്ങനെ ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിന് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ചെയ്തേക്കാം. ഇവിടെ ഒന്നാമത്തെ പ്രോസസ്സാണ് ഈ പറയുന്ന സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് രണ്ട് ട്രിപ്പിൾ ഫ്യൂഷൻ. ഈ രണ്ട് പ്രോസസ്സും കൂടെ ചേർത്ത്, സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഡബിൾ fertilization. Syngamy and triple fusion are together called double fertilization. Okay, ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ഈവന്റ് ആൻജിയോസ്പേമിൽ മാത്രം നടക്കുന്ന, ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേം. ആൻജിയോസ്പേമിൽ മാത്രം നടക്കുന്ന പ്രോസസ്സാണ്. ഇപ്പൊ എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, വെയർ ഇറ്റ് ഒക്കർ എന്ന് ചോദിക്കാറുണ്ട്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ പറയണം. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ആർ ടുഗദർ കോൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. വൺ വേർഡൊക്കെ ആണെങ്കിൽ അത് മതി, 1 മാർക്കിലാണെങ്കിൽ. ഡീറ്റെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ സിംഗമി എന്താന്ന് പറയണം, ട്രിപ്പിൾ ഫ്യൂഷൻ എന്താന്ന് പറയണം. സിംഗമി എന്തായിരുന്നു? ഫ്യൂഷൻ ഓഫ് 1 മെയിൽ ഗ്യാമേറ്റ് വിത്ത് 1 ഹാപ്ലോയിഡ് മെയിൽ ഗ്യാമേറ്റ് വിത്ത് ഹാപ്ലോയിഡ് എഗ്. വാട്ട് ഈസ് ട്രിപ്പിൾ ഫ്യൂഷൻ? ഫ്യൂഷൻ ഓഫ് 1 മെയിൽ ഗ്യാമേറ്റ് വിത്ത് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ്, thereby producing primary endosperm nucleus. Then what is double fertilization? Syngamy and triple fusion are together called double fertilization. Okay,
ഇനി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്. ഒന്ന് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഓവ്യൂൾ എന്തായിട്ട് മാറും? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഓവ്യൂൾ എന്താവും? പറഞ്ഞേ. സീഡ് ആയിട്ട് മാറും. 2 ഓവറി എന്താവും? ഫ്രൂട്ട് ആയിട്ട് മാറും. മനസ്സിലായോ? 3 ഓവറിയുടെ കവറിങ്, ഓവറി വോൾ എന്താവും? ഓവറി വാൾ ഡെവലപ്പ് ഇൻടു ഫ്രൂട്ട് വോൾ. നമ്മൾ പഴം കഴിക്കുമ്പോൾ, ഏത്തക്കയോ ചെറിയ പഴമോ കഴിക്കുമ്പോൾ നമ്മൾ ആ പൊളിച്ച് കളയുന്ന പോർഷനാണ് ഫ്രൂട്ട് വോൾ. നമ്മൾ ഓറഞ്ച് കഴിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അകത്തെ ആ തൊലി പൊളിച്ച് കളയും, അതാണ് ഫ്രൂട്ട് വോൾ. ഓവ്യൂൾ സീഡ് ആവുന്നു, ഓവറി ഫ്രൂട്ട് ആവുന്നു, ഓവറി വളർത്തായിട്ടൊന്ന് ഫ്രൂട്ട് വോൾ. ഇനി ബാക്കി ഇന്റർഗ്യുമെന്റ്സ് സീഡ് കോട്ടായിട്ട് മാറുന്നു. ഒക്കെ നമുക്ക് പിന്നീട് നെക്സ്റ്റ് ടോപ്പിക് പഠിച്ചു വെച്ചാൽ മതി. ഇത്രയുമാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു ഗ്രൂപ്പിലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ സീഡ് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ സീഡ് വളർന്നൊരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറും. ആ പുതിയ പ്ലാന്റിൽ റൂട്ടും സ്റ്റെമ്മും ലീഫും ഫ്രൂട്ടും ഫ്ലവറും ഒക്കെ കാണും. ആ സീഡ് ജെർമിനേറ്റ് ചെയ്ത് കിട്ടുന്ന ആ പ്ലാന്റ് ആണ് ഇവിടുത്തെ സ്പോറോഫൈറ്റ്. ആൻജിയോസ്പെർമിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടോ? നമ്മൾ കാണുന്ന എല്ലാ ആൻജിയോസ്പെർമുകളും സ്പോറോഫൈറ്റ് ആണെന്ന് പറഞ്ഞു. ആൻജിയോസ്പെർമിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ് പറയാവോ? ആൻജിയോസ്പെർമിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടോ? ഗാമീറ്റ് ഉണ്ടോ? എംബ്രിയോസാക്ക് അല്ലേ ഗാമിറ്റോഫൈറ്റ്? എംബ്രിയോസാക്ക് അവിടുത്തെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ്. മനസ്സിലായോ? എംബ്രിയോസാക്ക് ആണ് അവിടുത്തെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ്. ഗാമിറ്റോഫൈറ്റ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ഫീമെയിൽ ഗാമീറ്റ് ഏതാണ്? എഗ്. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് എംബ്രിയോസാക്ക്. നമ്മൾ പറഞ്ഞു ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിന് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് കണ്ടോ? ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഓർ എംബ്രിയോസാക്ക്. ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിനകത്ത് ഇരിക്കുന്ന ഈ എഗ് ആണ് ഇവിടുത്തെ ഫീമെയിൽ ഗമീറ്റ്. ഫീമെയിൽ ഗമീറ്റ്. ഇവിടെ മെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടോ? മെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടോ? ഇവിടുത്തെ പറഞ്ഞോ ആരോ പറയുന്നു. മെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ. മെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ. മെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ. പോളൻ ഈ ഇരിക്കുന്ന സംഭവം, അതായത് ആന്തർ പൊട്ടി നമ്മൾ വരച്ചായിരുന്നു. ആന്തർ പൊട്ടി വെളിയിലേക്ക് റിലീസ് ചെയ്യുന്ന ഈ സ്ട്രക്ചർ, ഇത് ഈ കാണുന്ന ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൽ ഗാമിറ്റോഫൈറ്റ്. പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗാമിറ്റോ, അല്ലെങ്കിൽ പറയാം പോളൻ ഗ്രെയിൻ ഈസ് ദ ഫസ്റ്റ് സെൽ ഓഫ് മെയിൽ ഗാമിറ്റോഫൈറ്റ്. മെയിൽ ഗാമീറ്റ് ഏതാണ്? ഈ പോളൻ ഗ്രെയിൻ ജെർമേറ്റ് എന്ന് പറഞ്ഞില്ലേ? ഈ പോളൻ ഗ്രെയിൻ ജെർമേറ്റ് ചെയ്ത് ട്യൂബ് പോലെ ഒരു ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ട്യൂബ് പോലുള്ള ഇലോങ്ങേഷന്റെ ടിപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മെയിൽ ഗാമീറ്റ്. അപ്പം മെയിൽ ഗാമേറ്റിന്റെ ഉള്ളിലാണ് മെയിൽ ഗാമിറ്റോഫൈറ്റ് കാണുന്നത്. എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിനുള്ളിലാണ് ഫീമെയിൽ ഗാമീറ്റ് കാണുന്നത്. ആൻജിയോസ്പെർമ്സിൽ ഏത് ഫേസ് ആണ് ഡോമിനന്റ് അല്ലെങ്കിൽ പ്രോമിനന്റ്? ഗാമിറ്റോഫൈറ്റ് ആണോ സ്പോറോഫൈറ്റ് ആണോ? ആൻജിയോസ്പെർമിൽ ഏറ്റവും വിഷ്വലൈസ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ട് കാണുന്നത് ഏതാണ്? സ്പോറോഫൈറ്റ്. ഇവിടെ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്ന വളരെ നാമമാത്രമായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത ഒരു ഫ്ലവറിലെ, ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടുത്തെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് വിസിബിൾ ഒന്നുമല്ല. ഇവിടുത്തെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എവിടെ ഇരിക്കുന്നു? അതിരിക്കുന്നത് ഫ്ലവറിലെ, ഗൈനീഷ്യത്തിലെ, ഓവറിയിലെ, ഓവ്യൂളിലെ എംബ്രിയോസാക്കിനുള്ളിൽ കണ്ടോ ഇരിക്കുന്ന ഒരു കുഞ്ഞു സെല്ലാണ്. സിംഗിൾ സെൽ സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ആൻജിയോസ്പെർമിൽ സ്പോറോഫൈറ്റ് ആണ്. അതുപോലെ മെയിൽ ഗാമിറ്റോഫൈറ്റ് പോളൻ ഗ്രെയിൻ ആണ്. മെയിൽ ഗാമിറ്റോഫൈറ്റ് പോളൻ ഗ്രെയിൻ ഇരിക്കുന്നത് ഫ്ലവറിലെ, സ്റ്റേമിനിലെ ആന്തറിലെ ഉള്ളിലാണ്, ആന്തറിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതും അത്ര പ്രോമിനന്റ് ആയിട്ട് കാണുന്നതല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ ആൻജിയോസ്പെർമുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാനുള്ളത്. ഇനി ആൻജിയോസ്പെർമിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ എല്ലാ ഗ്രൂപ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ക്രയോഫൈറ്റ്സിനെ 2 ആക്കി, ലിവർ ബേഡ്സ്, മോസാക്കി,
ടെറിഡോഫൈറ്റ്സിനെ നമ്മൾ 3 ഗ്രൂപ്പ്, 3 അല്ല 4 ഗ്രൂപ്പാക്കി. അതിൻ്റെ അകത്ത് 4 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഗ്രൂപ്പ് ജിംനോസ്പെമിന് 3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, 3 ഗ്രൂപ്പ്. സൈക്കഡേൽസ്, കോണിഫറേൽസ്, നീറ്റൽസ് പറഞ്ഞ 3 ഗ്രൂപ്പ് മേടിച്ചു. ആൻജിയോസ്പെമിന് 2 ഗ്രൂപ്പുകളുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻജിയോസ്പെം. ഏതൊക്കെയാ ആൻജിയോസ്പെമിന്റെ 2 ഗ്രൂപ്പുകൾ പറയുമോ? മോണോകോട്ടിലിഡൻസ്, ഡൈകോട്ടിലിഡൻസ്. ഓക്കെ, കറക്റ്റ് ആണ്. മോണോകോട്ടിലിഡൻസ് ആൻഡ് ഡൈക്കോട്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം മോണോകോട്സ് ആൻഡ് ഡൈക്കോട്സ്. സിംപിളി മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്. നമ്മൾ മുന്നോട്ടെല്ലാം അങ്ങനെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. മോണോകോട്ട് പ്ലാന്റ് ആൻഡ് ഡൈക്കോട്ട് പ്ലാന്റ്. ഹൗ can you recognize monocot and dicot angiospermic plants? What are the distinguishing features of monocots and dicots? Any one difference? ഇല്ലെങ്കിൽ നോട്ട് ചെയ്തോണം, പരീക്ഷയ്ക്ക് ചോദിക്കും, എഴുതി വെച്ചോണം കേട്ടോ. ഇതിപ്പോ ഇവിടെ ഇല്ല. മോണോകോട്ടും ഡൈക്കോട്ടും എന്താന്ന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. മോണോകോട്ടും ഡൈക്കോട്ടും തമ്മിലുള്ള ഡിഫറൻസ് മോർഫോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പല സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. റൂട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ റൂട്ടിന്റെ ഡിഫറൻസ് അവിടെ പറയുന്നുണ്ട്. സ്റ്റെമ്മിനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്റ്റെമ്മിന്റെ ഡിഫറൻസ് പറയുന്നുണ്ട്. ലീഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലീഫിന്റെ ഡിഫറൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതിന്റെ അനാറ്റമി പഠിക്കുമ്പോൾ പറയും കോട്ടിലിഡൻ ഒന്നുണ്ട്, കോട്ടിലിഡൻ രണ്ടുണ്ട്. അതായത് 3-4 ചാപ്റ്ററുകളിലായിട്ട് പരന്ന് കിടക്കുന്ന ആ പോയിന്റ് എല്ലാം കൂടെ നമ്മൾ ഇവിടെ നിന്ന് 1 by 1 ആയിട്ട് എഴുതിയാണ്. അപ്പൊ ഒന്ന് എഴുതി വെക്കണം. അറിയത്തില്ലെങ്കിൽ അറിയാമെങ്കിൽ ഒരു കാരണവശാലും എഴുതാൻ ശ്രദ്ധിച്ചാൽ മതി. മോണോകോട്ട് പ്ലാന്റിന്റെ പ്രത്യേകത, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞതിന് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കാണുന്നത്. ഇവിടെ മാവിന്റെയും ലാവിന്റെയും എല്ലാം റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. അതേസമയം മോണോകോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും 1 ആണ്. മോണോകോട്ടിലേക്ക് വരും ഏത് റൂട്ട് സിസ്റ്റം കാണുന്നത്? ഫൈബറസ് റൂട്ട് സിസ്റ്റം. ഓക്കെ, ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബറസ് റൂട്ട് സിസ്റ്റം ഒക്കെ എന്താണെന്ന് അറിയാമെന്ന് കരുതുന്നു. ഇതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഒരു മെയിൻ റൂട്ട് താഴേക്ക് വളർന്നു പോകും, അതിന്റെ സൈഡിലേക്ക് ബാക്കി റൂട്ടുകൾ ഉണ്ടാവും. ഇതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഓക്കെ, ഫൈബറസ് റൂട്ട് സിസ്റ്റം ഒരു പോയിന്റിൽ നിന്ന് ധാരാളം നൂലുകൾ പോലെയുള്ള റൂട്ട്. നമ്മളൊരു പുല്ല് മണ്ണിന്ന് വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈബറസ് റൂട്ട് സിസ്റ്റം കാണാൻ പറ്റും. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണ്? ഡൈക്കോട്ടിന് റെറ്റിക്കുലേറ്റ് വിനേഷൻ ഉണ്ട്. റെറ്റിക്കുലേറ്റ് വിനേഷൻ, VENATION. മോണോകോട്ടിൽ വരുമ്പോഴത്തേക്കും ഫൈബറസ്, പാരലൽ വിനേഷൻ. എന്താണ് റെറ്റിക്കുലേറ്റീവ് വിനേഷനും പാരലൽ വിനേഷനും? ഇത് എവിടെ നിന്ന് കാണിക്കാം. റെറ്റിക്കുലേറ്റീവ് വിനേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയിലും മാവിന്റെ ഇലയിലും എല്ലാം റെറ്റിക്കുലേറ്റീവ് വിനേഷൻ കാണാം. ഇതാണ് റെറ്റിക്കുലേറ്റീവ് വിനേഷൻ. ഇതൊരു നെറ്റ്വർക്ക് പോലെയായിരിക്കും മെയിൻ അറേഞ്ച് ചെയ്യുന്നത്. അതേസമയം പുല്ലുകളിൽ, കരിമ്പില്, നെല്ലില്, ഇതിന്റെയൊക്കെ ഇലകളിൽ വെയിൻസ് ആർ അറേഞ്ച്ഡ് പാരലൽ ടു വൺ another. That is called parallel venation. അടുത്ത ഡിഫറൻസ് പറഞ്ഞു 3. പറയാവോ? അടുത്തത് മൂന്നാമത്തെ ഡിഫറൻസ് പറയാവോ? ടാപ്പ് റൂട്ട് സിസ്റ്റം പറഞ്ഞു, ഫൈബറസ് റൂട്ട് സിസ്റ്റം പറഞ്ഞു, വിനേഷൻ പറഞ്ഞു. അടുത്തത് ഡൈക്കോട്ട് പ്ലാന്റുകൾ. ഞാൻ എഴുതിയിരിക്കുന്നതൊക്കെ തെറ്റാണല്ലോ എഴുതുന്നത്. ഞാൻ എഴുതിയൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്കൊണ്ട് തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ടാപ്പ് റൂട്ട് സിസ്റ്റം, റെറ്റിക്കുലേറ്റീവ് വിനേഷനും ഒക്കെ കാണുന്ന മോണോകോട്ടിലല്ല, ഡൈക്കോട്ടിലാണ്. ഡൈക്കോട്ട് പ്ലാന്റ്, മോണോകോട്ട് പ്ലാന്റ്. കറക്റ്റ് ചെയ്യണം ദയവേദേ, അബദ്ധം പറ്റിപ്പോയതാണ്. ഓക്കെ, ഇപ്പം ഡൈക്കോട്ടിലാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം കാണുന്നത്, മോണോകോട്ടിലാണ് ഫൈബറസ് റൂട്ട് സിസ്റ്റം കാണുന്നത്, ഡൈക്കോട്ടിലാണ് റെറ്റിക്കുലേറ്റീവ് വിനേഷൻ, മോണോകോട്ടിൽ കാണുന്ന പാരലൽ വിനേഷൻ ആണ്. ഇനി അടുത്തിലേക്ക് വരുന്നു. ഡൈക്കോട്ടിൽ ഷീത്തിങ് ലീഫ് ബേസ് ആബ്സെന്റ് ആണ്. ഷീത്തിങ് ലീഫ് ബേസ് ആബ്സെന്റ് ആണ്.
അതേസമയം മോണോകോട്ടിൽ ഷീത്തിങ് ലീഫ് ബേസ് പ്രസന്റ് ആണ്. എന്താണ് ഷീത്തിങ് ലീഫ് ബേസ്? വാഴയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാഴയുടെ ഇലകൾ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഇല പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ വലിയ ഇലയായിരിക്കും, കണ്ടല്ലോ, ഇങ്ങനെ നിൽക്കുന്ന ഇല വരുന്നത്. അതായത് ഇല നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച് നടക്കത്തില്ല, കാരണം ആ ഇലയുടെ താഴെ ഭാഗം വന്ന് ഈ സ്റ്റെമ്മുമായിട്ട് ഇങ്ങനെ വന്ന് കവർ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. അടുത്ത ഇല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ കവർ ചെയ്താ പോകുന്നത്. നമ്മൾ തെങ്ങൊക്കെ നോക്കി കഴിഞ്ഞാൽ തെങ്ങിന്റെ മടൽ എന്നല്ല ഇവിടെ പറയുന്നത്, ആ മടലിന്റെ അറ്റം, തെങ്ങോലയുടെ മടലിന്റെ അറ്റത്ത് ഇങ്ങനെ വന്ന ആ തെങ്ങിനെ ഒന്ന് കവർ ചെയ്യുന്ന കാണാം. തെങ്ങിന്റെ ആ ട്രീ ട്രങ്കിനെ ഒന്ന് കവർ ചെയ്തിരിക്കുന്നതാണ്. ഇതിന് പറഞ്ഞാൽ ഷീത്തിങ് ലീഫ് ബേസ്. അതേസമയം ഡൈക്കോട്ട് പ്ലാന്റ് ഒരു മാവിന്റെയോ അല്ലെങ്കിൽ ചെമ്പത്തിന്റെ ഒക്കെ ഇലകൾ ഒരു കുഞ്ഞു പോയിന്റിൽ മാത്രം അറ്റാച്ച് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഓടിച്ചെടുക്കാൻ പറ്റും, 2 വിരൽ ഉപയോഗിച്ച് ഓടിച്ചെടുക്കാൻ പറ്റും. നമുക്കൊരു വാഴയുടെ ഇല അങ്ങനെ ഓടിച്ചെടുക്കാൻ പറ്റുമോ? ഒരു തെങ്ങിന്റെ ഓല നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഷീത്തിങ് ലീഫ് ബേസും അതിന്റെ പ്രസൻസും ആബ്സെൻസും. അപ്പൊ ഷീത്തിങ് ലീഫ് ബേസ് ഡൈക്കോട്ടിൽ ആബ്സെന്റ് ആണ്, മോണോകോട്ടിൽ പ്രസന്റ് ആണ്. അടുത്ത മേജർ ഡിഫറൻസ് പറഞ്ഞാൽ ഡൈക്കോട്ടിന് 2 കോട്ടിലിഡനുണ്ട്. 2 കോട്ടിലിഡൻസ് ഇൻ എംബ്രിയോ. എംബ്രിയോയിൽ 2 കോട്ടിലിഡുണ്ട്. അതേസമയം മോണോകോട്ടിന് സിംഗിൾ കോട്ടിലിഡൻ ഇൻ എംബ്രിയോയിൽ ഒറ്റ കോട്ടിലിഡനെ കാണുന്നുള്ളൂ. എന്താണ് കോട്ടിലിഡൻ എന്ന് പറയുന്നത്? അത് എംബ്രിയോ ഇരിക്കുന്ന എവിടെയാണ്? സീഡിന്റെ ഉള്ളിലാണ്. നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്ന കടലയില്ലേ, കടല നമ്മൾ അതിന്റെ ആ തൊലി, നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കുന്ന കടല, അതിന്റെ തൊലി ഒന്ന് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് 2 പീസുകൾ കാണാം. ഇങ്ങനെ ഈക്വൽ ആയിട്ട് സൈസിൽ വരുന്ന 2 പീസുകൾ കാണാം. ഇതൊരു കോട്ടിലിഡനാണ്, ഇത് അടുത്ത കോട്ടിലിഡനാണ്. മനസ്സിലായോ? നമ്മുടെ കാഷ്യൂ എടുത്തു കഴിഞ്ഞാൽ കാഷ്യൂവിന്റെ ഒരു സീഡ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നീളത്തില് 2 കോട്ടിലിഡൻ ചേർന്നിരിക്കുന്നതാണ്. ഓക്കെ, അത് 2 കോട്ടിലിഡൻ. അപ്പം ഡൈക്കോട്ട് പ്ലാന്റുകളിൽ 2 കോട്ടിലിഡനുണ്ട്. സെയിം മോണോകോട്ട് പ്ലാന്റ്, നെല്ലോ അരിയോ ഗോതമ്പോ ചോളോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന സ്ട്രക്ചർ നമുക്ക് ഒരിക്കലും 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു നൈഫ് ഉപയോഗിച്ച് മുറിക്കാം, അല്ലാതെ കണ്ട് അതിൻ്റെ അകത്ത് 2 പോർഷൻ, അതായത് അവിടെ ഒരു ഒറ്റ കോട്ടിലിടനേ ഉള്ളൂ. ഇപ്പൊ സിംഗിൾ കോട്ടിലിടനുള്ളത് മോണോകോട്ടും 2 കോട്ടിലിടനുള്ളത് ഡൈക്കോട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡൈക്കോട്ടും മോണോകോട്ടും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. പറഞ്ഞ സമയമൊക്കെ ആയിട്ടുണ്ട്. ഞാനൊരു ചെറിയ കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് എടുത്തോട്ടെ. 35 ആയി. ഇവിടേക്ക് നോക്കിയേ, ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ അങ്ങ് തീരും. നിങ്ങളെ കിട്ടുന്ന 2 ദിവസം കഴിഞ്ഞായിരിക്കും, അതുകൊണ്ട് മറന്നു പോകുന്നത്. നമുക്ക് വേണ്ടി ഇനി ലൈഫ് സൈക്കിൾ ഓഫ് ആൻജിയോസ്പേം എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. ആൻജിയോസ്പേമിന്റെ ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിൾ 3 തരത്തിലാണുള്ളത്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഉണ്ട്, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഉണ്ട്, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഉണ്ട്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. എക്സാമിന് കിട്ടുന്നത് ഈ ഒരു പിക്ചർ ആയിരിക്കും. ഇതായിരിക്കും നോർമലി കിട്ടുന്നത്. ഇത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതായിരിക്കും. അതിലേക്ക് ഞാനൊന്ന് നിങ്ങളെ ഒന്ന് എത്തിച്ചു തരാം. NCERT ഒന്ന് നോക്കുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്താണെന്ന് ഇപ്പൊ നിർത്തിയേക്കാവേ, നിങ്ങൾ ബുദ്ധിമുട്ടരുത്, ഇപ്പൊ ഞാൻ ഫിനിഷ് ചെയ്തേക്കാം. ഒരു ലൈഫ് സൈക്കിള് ഹാപ്ലോയിഡ് സ്റ്റേജ് കൂടുതലും ഡിപ്ലോയിഡ് ഫേസ് കുറവുമാണെങ്കിൽ അതിനെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളില് ഓർഗാനിസത്തിലെ ജീവിത ഘട്ടത്തിൽ ചക്രത്തിൽ ഹാപ്ലോയിഡ് ഫേസ് കൂടുതലും ഡിപ്ലോയിഡ് ഫേസ് കുറവുമാണ്. എക്സാമ്പിൾ നമുക്ക് പറയുന്നത് ബ്രയോഫേറ്റ് പഠിച്ചപ്പോൾ ബ്രയോഫേറ്റുകളിലെ എല്ലാ പ്ലാന്റുകളും ഹാപ്ലോയിഡ് പ്ലാന്റുകളാണ്. ആ പ്ലാന്റുകളിൽ ഡിപ്ലോയിഡ് ഫേസ് നമുക്ക് കാണാൻ പറ്റുന്ന സ്പോറോഫേറ്റ് എന്ന് പറഞ്ഞൊരു ജനറേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പം ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിന് എക്സാമ്പിൾ നമുക്ക് ബ്രയോഫേറ്റുകൾ പറയാം. ഇനി ചില കേസുകൾ നേരെ തിരിച്ചാണ്. ലൈഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് ഫേസ് കുറവും ഡിപ്ലോയിഡ് ഫേസ് കൂടുതലുമാണ്. നമ്മൾ പഠിച്ച കേസുകളിൽ മിക്കവാറും അങ്ങനെ തന്നെയാണ്, അല്ലെ? ടെരിഡോഫൈറ്റില് പ്രോമിനന്റ് ഫേസ് ഡിപ്ലോയിഡ് ഫേസ് ആണ്. ജിംനോസ്പെമിൽ പ്രോമിനന്റ് ഫേസ് ഡിപ്ലോയിഡ് ഫേസ് ആണ്. ആൻജിയോസ്പെമിൽ ഡിപ്ലോയിഡ് ഫേസ് ആണ് പ്രോമിനന്റ് ഫേസ്. അങ്ങനെ ലൈഫ് സൈക്കിളിൽ ഭൂരിഭാഗവും കാണുന്ന ഡിപ്ലോയിഡ് ഫേസും വളരെ കുറച്ച് സമയം അല്ലെങ്കിൽ ഡോമിനന്റ് അല്ല നിൽക്കുന്നത് ഹാപ്ലോയിഡ് ഫേസും ആണെങ്കിൽ തന്നെ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കാം. അപ്പൊ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്താണ്? ദ ലൈഫ് സൈക്കിൾ ഓഫ് ആൻ ഓർഗാനിസം
Haploid phase is prominent and dominant over diploid phase is called haplodic life cycle. ഇത് നേരെ തിരിച്ചു വരും ഡിപ്ലോയിഡിക്ക് വരുമ്പോൾ. In the life cycle of an organism, diploid sporophytic generation is more prominent and dominant than haploid gametophytic phase. That is called diploidic phase. Okay. Pteridophyte, gymnosperm, angiosperm ഒക്കെ കേസിൽ വരുന്നു. ഇനി അടുത്ത കേസിൽ വരും ഈക്വൽ സ്റ്റാറ്റസ് ആണ്. ഹാപ്ലോയിഡ് ഫേസും ഉണ്ട് അവിടെ, ഡിപ്ലോയിഡ് ഫേസും ഉണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയാം. അതിൽ ടെറിഡോഫൈറ്റിലെ ചില മെമ്പേഴ്സ് അതിന് എക്സാമ്പിൾ ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ടെറിഡോഫൈറ്റ് പഠിച്ച സമയത്ത് നമ്മൾ നെപ്രോലെപ്പിസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഒക്കെ പഠിച്ചു. അതിന്റെ സ്പോറോഫിലിനകത്ത് സ്പോർ ഉണ്ടാവുന്നു, സ്പോർ താഴെ വീഴുന്നു, സ്പോർ ജെർമിനേറ്റ് ചെയ്യുന്നു, സ്പോറിൽ നിന്നൊരു ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടാവുന്നു. ഇത് ഗ്യാമിറ്റോഫൈറ്റ് ആണ്, ഈ ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഈ ഹാർട്ട് ഷേപ്ഡ് ഗ്യാമിറ്റോഫൈറ്റ് ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്, ഗ്രീൻ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്പോറോഫൈറ്റിക് പ്ലാന്റ് അതും ഇൻഡിപെൻഡന്റ് ആണ്. കണ്ടോ, ഇവിടെ ഗ്യാമിറ്റോഫൈറ്റും ഇൻഡിപെൻഡന്റ് ആണ്. ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഡോമിനന്റ് അല്ല, കുറച്ച് ക്ലിയർ ആയിട്ട് അതിന് ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഗ്യാമിറ്റോഫൈറ്റിക് ഫേസും ഉണ്ട്, സ്പോറോഫൈറ്റിക് സ്പേസും ഉണ്ട്. രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില കേസുകൾ ഗ്യാമിറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഈക്വലി ഡോമിനന്റ് ആണെങ്കിൽ, ഈക്വലി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബിളി ഡോമിനന്റ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ഹാപ്ലോ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ വിളിക്കാം. അപ്പൊ ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിളും ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിളും ഹാപ്ലോ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിളുമാണ് 3 ടൈപ്പ് ലൈഫ് സൈക്കിൾ പാറ്റേൺസ്. അത് NCERTയുടെ ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ കിടപ്പുണ്ട്. ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സാധാരണ എക്സാമിന് അവിടെ നിന്ന് ചോദിക്കും. നമ്മൾ ആ ലാസ്റ്റ് ഫേസ് ആണെന്നൊക്കെ നമ്മൾ എടുത്ത് ദൂരെ കളയും. ഉണ്ടോ? ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ ഫസ്റ്റ് പേജിൽ കിടപ്പുണ്ട്. ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ അതിന് എക്സാം സമയം പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ എക്സാമ്പിൾ ജിംനോസ്പെം, ആൻജിയോസ്പെം കൊടുത്തിട്ടുണ്ട്. ഹാപ്ലോ ഡിപ്ലോയിഡിക്കിന് ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴത്തെ കൊടുത്തിരിക്കുന്ന ഇത്രയും ഭാഗം അത് തന്നെയാണ്. ഇത്രയും ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. NCERT തന്നെയാണ് കിടക്കുന്നത്. നോക്കിയേ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, some of algae such as Ectocarpus, Polysiphonia, kelps. ഓക്കെ, ഇത്രയും ആൾക്കാർ എങ്ങനെയാണ്? ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ആൾക്കാരാണ്. ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ എക്സാമ്പിൾ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ എക്സാമ്പിൾ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, സം ആൽഗെ, എല്ലാ ആൽഗെ, സം ആൽഗെ സച്ച് ആസ് Ectocarpus, Polysiphonia, kelp. ഈ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഇത് എൻട്രൻസിനും സ്കൂൾ ലെവലും വളരെ ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? മോസ്റ്റ് ഓഫ് ദ ആൽഗെ ആർ ഹാപ്ലോയിഡിക്. മിക്കവാറും ആൽഗെ അല്ല ഹാപ്ലോയിഡിക്. നമ്മൾ ആൽഗെ പഠിക്കുന്നതേ ഉള്ളൂ. ആൽഗെ ആർ ഹാപ്ലോയിഡിക്. ദ ആൽഗെ ഫ്യൂക്കസ് ഈസ് ഡിപ്ലോയിഡിക്. ഇത് ചോദിച്ചോണേ. ഫ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ആൽഗെ മാത്രം ഡിപ്ലോയിഡിക് ആണ്, ബാക്കി ആൽഗെ എല്ലാം എന്താണ്? ഹാപ്ലോയിഡിക് ആണ്. ഓക്കെ, അത്രയും പറഞ്ഞ് നിർത്താം. 10 മിനിറ്റ് കൂടി നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങിയത്. അങ്ങനെ സങ്കടപ്പെടുവൊന്നും വേണ്ട കേട്ടോ. അപ്പം നമ്മൾ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെംസ്, ആൻജിയോസ്പെം, ലൈഫ് സൈക്കിൾസ് ഓഫ് ആൻജിയോസ്പെംസ്, ഇത്രയും നമ്മൾ പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആൽഗയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ ഏതാ പ്രിപ്പയർ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത്? ആൽഗെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആൽഗെ ചെയ്തിട്ട് കാര്യമായി പറഞ്ഞു. ആൽഗെ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് പറഞ്ഞു തരും. റെഡ് ആൽഗെ, ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ കമ്പാരിസണും എക്കണോമിക് ഇമ്പോർട്ടൻസും പറഞ്ഞു കഴിഞ്ഞാൽ തീരും. എക്സാമ്പിൾസും പറഞ്ഞാൽ തീരും. ഒരു 10-15 അല്ല 20 മിനിറ്റ് കൊണ്ട് തീരും. ഇന്ന് തീർക്കാമായിരുന്നു, ഇച്ചിരി സമയം ഉണ്ടായിരുന്നു. സാറ് വേറൊരു ക്ലാസ് പറഞ്ഞത് കൊണ്ടല്ല, ഞാനൊരു 30 മിനിറ്റ്സ് കൊണ്ട് എടുത്ത് ഫിനിഷ് ചെയ്തേനായിരുന്നു. ഇനി ഏതാ വേണ്ടത്? ഇപ്പൊ നമ്മളിപ്പോ ബയോ ക്ലാസിഫിക്കേഷൻ പ്ലാനിങ്ങിലോ പറഞ്ഞത്. ഇനി നിൽക്കുന്ന മോർഫോളജി, അനാറ്റമി, സെല്ല്, സെൽ സൈക്കിൾ, ട്രാൻസ്പോർട്ട്, എങ്ങനെ പോകുന്നത്? വേറെ ടോപ്പിക് വല്ലതും എടുത്തോ? ബയോളജിയിൽ ബോട്ടണി വേറെ എടുത്തോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്ന ആൽഗെ കഴിഞ്ഞ് മോർഫോളജി വരുന്നത്. മോർഫോളജി തന്നെ അനാറ്റമിയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ 2 ചാപ്റ്ററും കേട്ട് മടുത്തെങ്കിൽ നമുക്ക് ഇതിന്റെ തൊട്ട് പുറകെ എന്താ പറഞ്ഞ നമ്മുടെ മോർഫോളജി, അനാറ്റമിയും പഠിക്കണ്ട. അത് ഇതുപോലെ ഇച്ചിരി ടൈം കയറി വരുന്നത്. അങ്ങനെയാണ് നമുക്ക് സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്റർ പഠിക്കും. ഇച്ചിരി ബ്രോഡാ ചാപ്റ്റർ. ഇതിന്റെ ഈ 2 ചാപ്റ്റർ തരുന്ന അത്രയും വലിപ്പമുണ്ട്. അതിന്റെ ഒത്തിരി ഏരിയാസ് പഠിക്കാനുണ്ട്. സെൽ ഓർഗൻസിനെ കുറിച്ച് മുഴുവൻ പഠിക്കാനുണ്ട്. എല്ലാ ചാപ്റ്ററിനും ബേസിക് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലം, ഗോൾജി ബോഡി, ലൈസോസോം, റൈബോസോം, പെറോക്സിസോം, ഗ്ലയോക്സിസോം, സെൻട്രിയോൾ, സീലിയ, ഫ്ലജല്ല, വാക്യൂൾ, ന്യൂക്ലിയസ്, ന്യൂക്ലിയോളസ്, ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഒന്ന് നമുക്ക് അത് ചെയ്യാം. അതല്ല ഇനി സ്കൂളിലോ വല്ലതും മോർഫോളജി പഠിപ്പിച്ച് തുടങ്ങിയോ? അങ്ങനെ ഉണ്ടെങ്കിൽ മോർഫോളജി എടുക്കാം. അതല്ല അനാറ്റമി വേണമെങ്കിൽ അനാറ്റമി എടുക്കാം. പ്രിഫറൻസ് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു. അല്ല ഞാനൊരു ടോപ്പിക്ക് ഞാനങ്ങ് പറഞ്ഞോളാം. പ്രിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ?
ഒന്നുമില്ല. അപ്പൊ ആൽഗെ കൊണ്ട് വൈൻഡപ്പ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ചെയ്യാം. ഓക്കെ, താങ്ക് യു. സംശയങ്ങളോ വല്ലതും ഉണ്ട് ചോദിക്കാം. ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. സർ. Thank you, sir. Thank you, sir. Thank you, sir.